നമുക്കിനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 5 മാസം, നമുക്കൊരു ജൂണ് അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് ജൂണോട് കൂടി നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് എങ്ങനെ ഒരു 5 മാസം കൊണ്ട് നമുക്ക് HSST എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ വിനാസ് മീറ്റിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസ് വീഡിയോ എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അനാലിസിസ് എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാം. സോ നമുക്ക് നമ്മുടെ HSST VHSCയുടെ ലാസ്റ്റ് നടന്ന എക്സാമില് നിരവധി പേര് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്റർവ്യൂവിന് ശേഷം നമുക്ക് 22ഓളം സ്റ്റുഡൻസ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിരുന്നു. അതിൽ 5 പേര് നമുക്ക് ഓൾറെഡി അപ്പോയിന്റഡ് ആണ്. ദെൻ ഒരാള് കൂടി നമുക്ക് അപ്പോയിന്റ്മെന്റ് നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വിജയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. ഇത്രയും സ്റ്റുഡൻസ് നമ്മുടെ ഒരു PSCയുടെ ഒരു മെയിൻ എക്സാം HSST പോലെയുള്ള ഒരു മെയിൻ എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്ന നിമിഷമാണ്. സോ നമ്മുടെ നിലവിലുള്ള സ്റ്റുഡൻസിന് ഒരു മോട്ടിവേഷൻ പോലെ സംസാരിക്കുക, അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നിലവിൽ കഴിഞ്ഞ എക്സാമിന്റെ വിന്നേഴ്സിനെ നമ്മൾ ഈ ലൈവിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളോട് കൂടെ ജോയിൻ ചെയ്യാനായിട്ട് റെഡി ആയിരുന്നവര് 5 പേരായിരുന്നു. അതില് 2 പേരാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. സുധീഷ ജോയിൻഡ് അല്ലേ? അതെ. ഓക്കെ. നിഖിന? അതെ മിസ്. അതെ. അലീന ജോയിൻഡ് ആണോ? അലീന ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. റിൻസി, സിബി. ഓക്കെ. അപ്പൊ നിലവിൽ നമുക്ക് 2 പേരാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, സുധീഷ അതുപോലെ തന്നെ നിഖിന. അപ്പൊ നമുക്ക് ഓരോരുത്തരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് അതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവരോട് ചോദിക്കാം. സുധീഷ നമ്മുടെ ഫസ്റ്റ് VHSC മാത്സിന്റെ ജൂനിയർ എക്സാമില് റാങ്ക് 1 ഹോൾഡ് ചെയ്ത ആളാണ്. ഓൾറെഡി അപ്പോയിന്റഡ് ആണ്. ടോസ് അക്കാഡമിയുടെ തന്നെ വളരെ ഉന്നതമായ ഒരു വിജയമാണ് ഫസ്റ്റ് റാങ്ക് ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത്. സോ ഫസ്റ്റ് റാങ്ക് അച്ചീവ് ചെയ്ത സുധീഷയ്ക്ക് ആദ്യമേ തന്നെ കൺഗ്രാറ്റ്സ് നേരുന്നു. സുധീഷയുടെ ഹാർഡ് വർക്കിംഗ്, നമ്മൾ ഏതൊരു കോച്ചിങ് കിട്ടിയിട്ടും കാര്യമില്ല, നമ്മൾ എത്ര വീഡിയോസോ എത്ര സ്റ്റഡി മെറ്റീരിയൽസോ എത്ര ബാക്ക് സപ്പോർട്ടോ തന്നിട്ടോ കാര്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ സുധീഷ അത്രയ്ക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. തരുന്ന മെറ്റീരിയൽസ് പഠിക്കുക, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യുക, സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചത്. സോ സുധീഷയെ വളരെ സ്നേഹത്തോടെ 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ നിലവിലുള്ള HSST സ്റ്റുഡൻസിന് ഒരു മോട്ടിവേഷൻ കൊടുക്കുവാനായിട്ട് സുധീഷയെ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു മിസ്സേ. അപ്പം ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഞാനിപ്പം. എന്തായാലും ഒരു PSC എഴുതി ജോലി കിട്ടാൻ എനിക്കൊരു അവസരം ഉണ്ടായതിൽ എനിക്ക് ആദ്യം തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. അപ്പം എന്നെ ഇതിനു വേണ്ടി വിളിച്ച ആദ്യം ടീച്ചേഴ്സിന് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയുന്നു. അപ്പം ഞാൻ എന്റെ നാട് പാലക്കാടാണ്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് മലപ്പുറത്താണ്. അപ്പം അതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ എന്ന രീതിയിൽ പറയണമെങ്കിൽ, അതേപോലെ എത്ര കാലം എടുത്തു പഠിക്കാൻ എന്നുള്ളതൊക്കെ പറയണമെങ്കിൽ, ഞാൻ സീനിയർ എക്സാമിനായിരുന്നു. അതായത് സെയിം VHSC മാത്സ് സീനിയർ എക്സാം ആയിരുന്നു ആദ്യം പഠിച്ചെഴുതുന്ന ഒരു എക്സാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 2022 ഞാൻ പാസ് ഔട്ട് ആയിട്ട് വരുന്നത്. അപ്പം അടുത്ത് തന്നെ PSC എക്സാമുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. അപ്പോഴായിരുന്നു പെട്ടെന്ന് സീനിയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഒരു PSC എക്സാം എങ്കിലും നമ്മൾ ഫുൾ എഫേർട്ട് ഇട്ട് ഒന്ന് എഴുതി നോക്കണം, എൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പേരിലെങ്കിലും ഒന്ന് എഴുതി നോക്കണം. കിട്ടുമോ എന്നുള്ളത് നമ്മൾ സെക്കൻഡറി ആയിട്ട് ഫുൾ എഫേർട്ട് ഇട്ട് പഠിച്ച് ഒന്ന് എഴുതി നോക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ഞാനിപ്പോ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലായിരുന്നു ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നത്. അപ്പം അതിന്റെ കൂടെ തന്നെ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം വേറൊരു അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ അതിൽ നോട്ട്സ് ഞാൻ ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു എനിക്കിഷ്ടം. കാരണം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ എഴുതിയത് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മളൊരു പ്രിന്റ് ഔട്ട് എടുക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു തവണ എഴുതുകയാണ്, അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ട് അപ്പൊ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6 മാസം എടുത്തു കംപ്ലീറ്റ് സിലബസ് നമ്മളൊരു നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാൻ. അപ്പം ഇനി HSSTക്ക് അത്രയും ടൈമില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഞാൻ ഒരു 6 മാസത്തോളം ടൈം എടുത്തു നോട്ട്സ് നമ്മളുടെ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ തന്നെ. പിന്നെ അതിനുശേഷം എക്സാം കൺഫർമേഷൻ വന്നതിന് ശേഷം എന്റെ ഗസ്റ്റ് വർക്ക് ചെയ്യുന്നവിടുത്തെ കാലാവധി കഴിയുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. സോ അപ്പൊ എനിക്ക് ഫുൾ ഡേ ഇരുന്ന് പഠിക്കാം എന്നുള്ള രീതിയിലായി. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അത് ഒരു എക്സാം എഴുതാം എന്നുള്ള രീതിയിൽ എഴുതി വന്നതായിരുന്നു. അപ്പം അപ്പൊ ആ ഒരു എക്സാം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു മനസ്സിലായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു 5th റാങ്കിൽ എത്തി. ഞാൻ അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷെ എന്നാലും അതൊന്ന് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അപ്പം ഈ എക്സാം എഴുതുന്നതിന്റെ 2 ദിവസം മുന്നേ ആയിരുന്നു ജൂനിയറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അപ്പൊ എന്തായാലും ഇത്രയും നമ്മൾ പഠിച്ചു, അപ്പൊ എന്തായാലും ജൂനിയറിന് പ്രിപ്പയർ ചെയ്യണം എന്ന മൈൻഡിൽ അപ്പൊ തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചിരുന്ന അക്കാഡമി നോട്ട്സ് എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. പക്ഷെ കുറച്ചും കൂടെ ഒരു ടീച്ചേഴ്സുമായിട്ടൊക്കെ ഒരു ഡൗട്ട് ചോദിക്കണം. കാരണം ഒരുപാട് ഡൗട്ട്സ് വരും. നമ്മൾ പ്രത്യേകിച്ച് മാത്സ് ആവുന്ന സമയത്ത് നമുക്ക് PG ടോപ്പിക്സിൽ ഒരുപാട് ഡൗട്ട് വരും. അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഒരു അത്രയ്ക്ക് സോഴ്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കിട്ടിയത്. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരുന്നത്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമാണ് കുറച്ചും കൂടെ ഒരു ഹയർ റാങ്കിലോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ടോസ് അക്കാഡമി എന്റെ കയ്യിലെത്തിയത്. അപ്പൊ ഞാൻ ഡെമോ ക്ലാസ് കണ്ടിട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി എന്ന് മിസ്മാരൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും കണ്ടു നോക്കി, വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ടോപ്പിക്സ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു ക്ലാസ്സസ്. അതേപോലെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് അതിൽ ജോയിൻ ചെയ്തു. ഒരു ക്രാഷ് ബാച്ചിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അതായത് കൺഫർമേഷൻ വന്നതിന് ശേഷമുള്ള ഒരു ബാച്ചിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷെ ആ ഒരു സോഴ്സിൽ തന്നെ എനിക്ക് അത്രയും റാങ്കിലോട്ട് എത്താൻ സാധിച്ചതിന് ശരിക്കും ടോസ് അക്കാഡമിനെ നോട്ട്സും ക്ലാസ്സും അതേപോലെ ഈ ഡൗട്ട് ക്ലിയറിങ്ങും അതെല്ലാം എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു എന്റെ ഒരു റാങ്കിലോട്ടുള്ളൊരു മെത്തേഡ് വന്നത്. ഇനി സ്റ്റഡി പ്ലാൻ എന്ന് പറയാൻ നമ്മൾ ഫുൾ ടൈം പഠിക്കുക എന്നുള്ള ഒരു രീതി തന്നെയാണ്. നമ്മൾ പഠിക്കുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം നമുക്ക് കിട്ടുന്ന ടൈം എല്ലാം നമ്മൾ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുക എന്നുള്ള ഒരൊറ്റൊരു കാര്യം മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. കാരണം നമ്മൾ മാക്സിമം ടോപ്പ് റാങ്കിൽ എത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളത് നമ്മളുടെ കയ്യിലുള്ളൊരു കാര്യമാണ്. അപ്പം ഫുൾ ഡേ ടൈം ഞാൻ മാത്സ് പഠിക്കും. അതേപോലെ ഈവനിങ് ടൈം ആവുന്ന സമയത്ത് നമ്മുടെ ബാക്കിയുള്ള GK, സൈക്കോളജി, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ തന്നെ എല്ലാ ദിവസവും പഠിച്ചു പോവാൻ. പിന്നെ എല്ലാ ദിവസവും ഇത് വായിച്ചു പോവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. കാരണം നമ്മൾ കൂടുതൽ വായിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ പല റിസൾട്ടുകളാണെങ്കിലും പല ടോപ്പിക്കുകളാണെങ്കിലും നമുക്ക് എക്സാമിന് കറക്റ്റ് ആ ടൈമിൽ നമുക്ക് ഓർമ്മ വരണം. അതാണ് ഇവിടെ നമുക്ക് ഒരുപാട് അറിയണം എന്നില്ല, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആ ടൈമിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് എക്സാമിൽ അത് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അപ്പൊ ഞാൻ കുറെ വായിച്ചാണ് കുറെ പഠിച്ചിരുന്നത്. പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്ത് സ്പീഡിൽ, അതായത് ഒരുപാട് സ്റ്റെപ്പ് എഴുതി ചെയ്യാതെ പെട്ടെന്ന് എങ്ങനെ മൈൻഡിൽ തന്നെ കിട്ടുന്നു അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ കാണാതെ നമ്മൾ പഠിച്ച് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു സ്റ്റഡി മെത്തേഡ് എന്ന് പറയാൻ. പിന്നെ ഒരു 3 months കംപ്ലീറ്റ് ഫുൾ ടൈം പഠിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. 3 മാസം വേറെ ഒന്നിനും ഇല്ലാതെ കൃത്യമായി പഠിച്ചു. രാത്രി ആണെങ്കിലും ഒരു 1-2 മണി വരെയൊക്കെ ഇരുന്നിരുന്നു. പക്ഷെ രാവിലെ അധികം ഇരുന്നിട്ടില്ല. പക്ഷെ ഇരിക്കുന്ന സമയത്ത് രാത്രി കംപ്ലീറ്റ്ലി അങ്ങനെ ഇരുന്ന് ശീലിച്ചിരുന്നു. ഈ 3 മാസവും അങ്ങനെ തന്നെയാണ് പഠിച്ചിരുന്നത്.
പിന്നെ ഡെയിലി PYQ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ നമുക്ക് അത്രയും സോഴ്സസ് അങ്ങനെ ഇല്ല. പക്ഷെ അക്കാഡമിയിൽ നിന്ന് തന്ന നോട്ട്സ്, അതേപോലെ വീക്ക്ലി എക്സാം നടത്തുന്ന സമയത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, കാരണം നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മള് വീണ്ടും അതേ സെയിം പ്രോബ്ലം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ PYQ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. കാരണം നമുക്കൊരു ടൈം ലിമിറ്റിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ എക്സാമിന്റെ ടാസ്ക് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ആ ടോപ്പിക് എല്ലാം അറിയുമായിരിക്കും, നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടുമായിരിക്കും. പക്ഷെ ആ ഒരു ലിമിറ്റഡ് ടൈമിൽ അത് കിട്ടണം എന്നുള്ളതാണ് ശരിക്കും നമ്മളുടെ എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ എല്ലാം ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടൈം ഫിക്സ് ചെയ്തുകൊണ്ട് എത്ര ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഡെയിലി PYQ ഒക്കെ ചെയ്തിരുന്നത്. അപ്പം പിന്നെ PYQ ആയിട്ട് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അക്കാഡമിയിൽ വീക്ക്ലി എക്സാം നടത്തുന്ന ആ ക്വസ്റ്റ്യൻസും, അതേപോലെ പിന്നെ നെറ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നാവുന്നു തോന്നി. അപ്പൊ നെറ്റിന്റെ ഒരു ബുക്ക് എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് കൊണ്ട് അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പക്ഷെ അതിൽ കുറച്ചുകൂടി ഹൈ ലെവൽ ആണെങ്കിൽ പോലും അതിലത്തെ ഒരു ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഡെയിലി PYQ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇത്രയും 3 മാസം പഠിച്ചു 3 മാസം ചെയ്യാനുള്ള PYQ ഇല്ല. അപ്പൊ ഞാൻ ചെയ്തിരുന്നത് റിവിഷൻ സമയത്ത് ഒരു ജനുവരി 11 ആണെങ്കിൽ എക്സാം നടന്നിരുന്നത്. അപ്പൊ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസമൊക്കെ എക്സാമിനടുക്കെ ഡെയിലി PYQ ചെയ്ത് ഒരു കൃത്യമായ ടൈം ഫിക്സ് ചെയ്തിട്ട് ചെയ്തിരുന്നു. പിന്നെ ഈ എക്സാം അക്കാഡമിയിൽ നടത്തുന്ന എക്സാമുകൾ നമുക്ക് 2 ദിവസം 3 ദിവസമൊക്കെ തന്നിരുന്നു. ഇന്ന് നമ്മൾ ശനിയാഴ്ച എഴുതുകയാണെങ്കിലും ഞായറാഴ്ച ഒന്നുകൂടെ നമുക്കൊന്ന് എഴുതി ഒന്നുകൂടെ പഠിച്ചിട്ട് ഒന്നുകൂടെ എഴുതി നോക്കാം. അപ്പൊ അത് എത്ര ടൈം എടുക്കുന്നു എന്ന് നമുക്ക് കുറച്ചും കൂടെ ടൈം കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ GK സോഴ്സസ് പറയുകയാണെങ്കിൽ എനിക്ക് അക്കാഡമിയിൽ നിന്ന് തന്നിട്ടുള്ള നോട്ട്സ് തന്നെയാണ് ഞാൻ പഠിച്ചത്. കൂടുതൽ എക്സ്ട്രാ ഞാൻ അങ്ങനെ എഫേർട്ട് എടുത്തിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ GKയിൽ ഞാൻ കുറച്ച് പുറകോട്ടാണ്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല. മറിച്ച് മാത്സിൽ കുറച്ചും കൂടെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് എത്താൻ പറ്റും എന്ന് എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാത്സ് തന്നെയായിരുന്നു കൂടുതൽ പ്രയോറിറ്റി എനിക്ക് വെച്ചത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലർക്ക് GK സ്കോർ ചെയ്യാൻ നല്ല കഴിവുണ്ടാവും. അപ്പം നിങ്ങളുടെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് കുറച്ചുകൂടെ ടൈം എടുത്ത് അതിലുള്ള എല്ലാ സ്കോറും നമുക്ക് കിട്ടുക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പോയിരുന്നത്. അതായിരുന്നു GKന്റെ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, സൈക്കോളജി അതൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. കറണ്ട് അഫയേഴ്സ് അധികം ഒന്നും ഞാൻ നോക്കില്ല, ജസ്റ്റ് നോക്കി. പക്ഷെ ഒരുപാടൊന്നും അങ്ങനെ അതിനുവേണ്ടി ടൈം കളഞ്ഞിട്ടില്ല. ഞാൻ മാക്സിമം പ്രയോറിറ്റി കൊടുത്തിരുന്നത് മാത്സിന് തന്നെയാണ്. അതിലെ എല്ലാ മൊഡ്യൂളിനും ഒരു കൃത്യമായ മാർക്കാണ്. അപ്പൊ നമുക്ക് അത്രയും ഈസി ടോപ്പിക് ആണെങ്കിൽ അത് അങ്ങോട്ട് പഠിച്ചെടുക്കുക എന്നുള്ളത്. കാരണം നമുക്ക് അത്രയും മാർക്സ് നമുക്ക് കിട്ടും, ഈവൻ ഈസി ടോപ്പിക് ആണെങ്കിൽ പോലും. മാത്സിലെ ഒരു ടോപ്പിക്കും ഞാൻ അവോയ്ഡ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ടോപ്പിക്കുകളും പഠിച്ച് കവർ ചെയ്ത് പോയിരുന്നു. പിന്നെ PYQയുടെ ഡെയിലി ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് ആണ്. അപ്പൊ ഈ PYQ ചെയ്യുന്ന സമയത്ത് നമ്മളെ നെഗറ്റീവ് വരാതിരിക്കാൻ ഒന്നുകൂടെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം നമ്മള് എല്ലാം ചെയ്തു പോകുക എന്നല്ല, നമുക്ക് അറിയാത്തത് ചെയ്യാതിരിക്കുക എന്നുള്ളതും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ് ഈ PYQ ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമുക്ക് അറിയുന്നില്ലെങ്കിൽ നമ്മൾ അതിൽ ഒരുപാട് ടൈം കളയുന്നില്ല എന്നുള്ളതെല്ലാം നമ്മൾ ഉറപ്പ് വരുത്തി പോകുന്ന ഒരു രീതിയിലായിരുന്നു ഞാൻ PYQ ചെയ്തിരുന്നത്. അപ്പം നമുക്ക് ഒരു ഇത്ര ടൈമില് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോവാം. നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഏകദേശം ഒരു 75% നമുക്ക് അതിന്റെ ആൻസർ അറിയും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ അതൊന്ന് റൗണ്ട് ഇട്ട് ലാസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു എക്സാം എഴുതിയിരുന്നത്. അപ്പൊ നെഗറ്റീവ് മാർക്ക് നന്നായിട്ട് കുറയ്ക്കണം എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ഈസി ആവാം,
ചിലപ്പോ നല്ല ടഫാവും. അപ്പൊ നല്ല ടഫ് ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും അത്രയ്ക്ക് അങ്ങനെ എഴുതി കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം സീനിയറിന്റെ എക്സാം എനിക്ക് അത്യാവശ്യം ടഫായിരുന്നു, പക്ഷെ ജൂനിയറിന്റെ എക്സാം എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നി. അപ്പം നമ്മള് നെഗറ്റീവ് ആവാൻ കൂടുതൽ സാധ്യത ഈ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്തായിരിക്കും. നമ്മൾ എല്ലാം കയറി എഴുതിക്കൊള്ളണം എന്നില്ല. നമുക്ക് അറിയില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം എന്നുള്ള ഒരു കറക്റ്റ് മൈൻഡിൽ പോകണം. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആൻസർ മാർക്ക് ചെയ്തത് നെഗറ്റീവിലോട്ട് പോകാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പം അതാണ് നമുക്ക് എക്സാം എഴുതുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് നന്നായി ശ്രദ്ധിച്ചിരുന്നു. എനിക്കൊരു 3 നെഗറ്റീവ് ആയിരുന്നു വന്നത്. പക്ഷെ അതും അത്ര നല്ല കാര്യമല്ല. ആ നെഗറ്റീവ് പോലും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പറയാനുള്ളത് GK സോഴ്സസ് പറഞ്ഞു. പിന്നെ റിസൾട്ടുകള് നമ്മള് കൃത്യമായിട്ട് പഠിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരുപാട് തിയറം ഉണ്ട്, പക്ഷെ അതിന്റെ പ്രൂഫ് ഒന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പം തിയറംസ് പഠിക്കുന്ന സമയത്ത് അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിന്റെ റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മള് ഒരുപാട് റിസൾട്ട് പഠിക്കുന്നുണ്ട്. റിയലിലാണെങ്കിലും അബ്സ്ട്രാക്റ്റിലാണെങ്കിലും അങ്ങനെ എല്ലാത്തിലും ഒരുപാട് റിസൾട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഡെയിലി വായിക്കുകയാണെങ്കിൽ നമുക്ക് ആ റിസൾട്ട് എപ്പോഴും മൈൻഡിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും അതേപോലെ എക്സാമ്പിൾസും നമുക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടും. മിസ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ സോൾവ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഈസി ആയിട്ട് മിസ്സുമാര് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുറെ നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക്. കാരണം ഒരാൾ അപ്പുറത്തുണ്ട്, നമുക്ക് ചോദിക്കാൻ, എന്തും ഡൗട്ടും ചോദിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഞാൻ നോട്ട്സ് ഞാൻ പറഞ്ഞ പോലെ അക്കാഡമിയിൽ നിന്ന് ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അത് കൂടാതെ ടോസ് അക്കാഡമിയിലത്തെ നോട്ട്സും എനിക്ക് കുറച്ചുകൂടെ ഒരുപാട് റിസൾട്ടുകൾ ഇൻക്ലൂഡ് ചെയ്തൊരു നോട്ടായിട്ട് എനിക്ക് തോന്നി. ആ നോട്ട്സിന്റെ റിസൾട്ടുകളെല്ലാം കൃത്യമായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ടായിരുന്നു പഠിച്ചത്. അത് കൂടാതെ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, അത് അപ്ലൈ ചെയ്യാനും കൂടെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് അതിന്റെ കൂടെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നാവും. പിന്നെ ടെക്സ്റ്റുകൾ കുറച്ച് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ PGയിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അബ്സ്ട്രാക്ട് ഓൾജിബ്ര ആണെങ്കിൽ ഫ്രാലിയുടെ നല്ല ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ അതേപോലെ റിയൽ അനാലിസിസ്, റോഡന്റെ റിയൽ അനാലിസിസ്, അത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിലത്തെ റിസൾട്ടുകൾ അത് എനിക്ക് തോന്നുന്നു അതേ റിസൾട്ടുകളാണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് നോട്ട്സിലും ഞാൻ കണ്ടിരുന്നത്. അപ്പൊ അതേ ഓർഡറിലൊക്കെ ആയിരുന്നു. സെയിം ടെക്സ്റ്റ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ദെൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോയത്. നെഗറ്റീവ് ഒന്നും അധികം ഇല്ലാത്ത രീതിയിൽ എന്നാൽ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്ത് പോയി. അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു റാങ്കിൽ എത്താൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു സുധീഷ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നന്ദി പറയണം. ഈ ഒരു ടോക്ക് മാത്രമല്ല, ഞങ്ങൾ എപ്പോ എന്തിനു ചോദിച്ചാലും, ഇപ്പൊ കുറച്ചു ദിവസം മുന്നേ തന്നെ നമ്മുടെ HSIയുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. ജോയിൻ ചെയ്തു. ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്, വെക്കേഷൻ ടൈമാണ്. നമുക്ക് വർക്കിംഗ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടാവും എന്നറിയാം. എന്നാലും ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഇനിയും ചിലപ്പോൾ ഞങ്ങൾ ശല്യപ്പെടുത്തും. നമ്മുടെ ഇനി വരുന്ന ഇപ്പോ ഈ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ HSSTയിലെ സ്റ്റുഡൻസ്, അവരിൽ നിന്ന് വരുന്ന റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക്, ഷോർട്ട് ലിസ്റ്റിൽ വരുന്നവർക്കും നമുക്കൊരു ഇന്റർവ്യൂ ഗൈഡൻസ് കൊടുക്കണം. അപ്പോഴും ചിലപ്പോൾ ഞങ്ങൾ ശല്യപ്പെടുത്തും കേട്ടോ. ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരുപാട് നന്ദി. നിങ്ങളെപ്പോലുള്ള നല്ല റാങ്ക് ഹോൾഡേഴ്സ് വരുമ്പോഴാണ് ഞങ്ങളുടെ അക്കാഡമിക്കും അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഒരുപാട് നന്ദി കേട്ടോ. അലീന ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. സോ നമ്മുടെ ലാസ്റ്റ് നടന്ന HSST മാത്സിന്റെ എക്സാമില് 17ാമത്തെ റാങ്ക് ആയിരുന്നു അലീനയുടേത്.
സോ സുധീഷ പറഞ്ഞതുപോലെ തന്നെ അലീനയാണെങ്കിലും നമുക്ക് ഒരു ചെറിയൊരു റാങ്ക് അല്ല, ഇത്രയും നല്ലൊരു റാങ്കിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറഞ്ഞ ഒരു നമ്മള് എഫേർട്ട് എടുത്താൽ നമുക്ക് എന്തായാലും ഇത്രയും നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഡെയിലി നമ്മൾ വർക്ക് ചെയ്താലും അതുപോലെ തന്നെ അതനുസരിച്ചിട്ട് നമ്മൾ റെഫർ ചെയ്താലും ഒക്കെ ആയിരിക്കും നമുക്ക് ഇത്രയും നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. സോ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്കൊരു കോച്ചിങ് കിട്ടുക, വീഡിയോ കിട്ടുക, നോട്ട് കിട്ടുക എന്നതിലുപരി നമ്മൾ എടുക്കുന്ന എഫേർട്ടും കൂടിയാണ് നമുക്ക് ഇത്രയും നല്ലൊരു റാങ്കിൽ. അതിനേക്കുള്ളൊരു തെളിവാണ് അലീന എന്നൊക്കെ പറയുന്ന നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ 17ാമത്തെ റാങ്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല. ഓൾറെഡി അപ്പോയിന്റഡ് ആണ്. ഇങ്ങനെയുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിക്ക് കയറി ഫസ്റ്റ് സൈൻ ചെയ്യുന്ന ഫോട്ടോയൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ അലീനയുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഇപ്പോൾ ഉള്ള HSSTയുടെ സ്റ്റുഡൻസ് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എങ്ങനെ പഠിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അലീനയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ടീച്ചറെ, ഞാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് മാത്സുകാർ മാത്രമാണോ ഉള്ളത്, അതോ എല്ലാ സബ്ജക്റ്റുകാരും ഉണ്ടോ? നമ്മൾ മാത്സുകാർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇപ്പൊ HSST മാത്സിന്റെ 3 ബാച്ചിലെ സ്റ്റുഡൻസും പിന്നെ നമ്മുടെ വിനേഴ്സ് മീറ്റിന്റെ ജോയിൻ ചെയ്യുന്ന എക്സ്ട്രാ കുറച്ച് പേരും കൂടി ഉണ്ട്. വേറെ മാത്സിലെ മാത്രമേ ഉള്ളൂ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അലീന മാത്യു. ഞാൻ നിലവില് HSST ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. HSSTയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ടോസ് അക്കാഡമിയിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തത്. ആ സമയത്ത് ഞാനൊരു ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കോളേജിൽ ഞാൻ 4 വർഷം പഠിപ്പിച്ചു. പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആദ്യം സെറ്റ് എഴുതിയെടുത്തത്. സെറ്റ് എഴുതിയെടുത്ത സമയത്ത് കോച്ചിങ് ഒന്നും ചേർന്നിട്ടില്ലായിരുന്നു. എന്റെ കയ്യിലാണെ നോട്ട്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പൊ യൂട്യൂബിലൊക്കെ നോക്കി പല സൈറ്റുകളൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയാണ് ഞാൻ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കുറെ സമയം എനിക്ക് അങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാനും ഒക്കെ വേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ടാണ് HSSTക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ടോസ് അക്കാഡമി സജസ്റ്റ് ചെയ്ത് തന്നത്. എന്തായാലും കോച്ചിങ്ങിന് ചേർന്ന വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് പിന്നീട് മനസ്സിലായി. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് അതായത് ഒരു 5-6 മാസം ആണ് എനിക്ക് പഠിക്കാനായിട്ട് കിട്ടിയത്. ആ സമയത്താണ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തത്. അപ്പൊ എല്ലാ നോട്ട്സും വളരെ കൃത്യമായിട്ട് തന്നെ ടോസ് അക്കാഡമിന്ന് കിട്ടിയിരുന്നു. എക്സ്ട്രാ നോട്ട്സ് ആശ്രയിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ യൂട്യൂബ് ചാനൽസ് ഒക്കെ നോക്കി സോൾവ് ചെയ്തിരുന്നു. പിന്നെ നെറ്റിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്തിരുന്നു. കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് 1-2 പേപ്പേഴ്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ലീനിയർ ഓൾജിബ്ര, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ 2 പേപ്പർ ടോപ്പിക്കിലുള്ള ഈ 2 പേപ്പറാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അതെനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ബാക്കിയുള്ള പേപ്പേഴ്സ് ഒക്കെ മൊത്തം റിയല്, കോംപ്ലക്സ്, അബ്സ്ട്രാക്ട് ഓൾജിബ്ര, അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മറന്നു തന്നെ പോയിരുന്നു. കാരണം PG കഴിഞ്ഞിട്ട് ഒരു 3 വർഷം ഞാൻ നോർത്തിലും പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ ഒരു ടോപ്പിക്സ് എല്ലാം തന്നെ മറന്നുപോയത്. സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇവിടെ കോളേജിൽ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത 1 വർഷത്തിനുള്ളിലാണ് ഈ HSSTയുടെ എക്സാം വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് നോട്ട്സ് ഉണ്ടായിരുന്നു, വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ടീച്ചേഴ്സ് അത് വളരെ വ്യക്തമായിട്ട് അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ച ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 5 to 6 months ആണ് പഠിച്ചത്. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഫുൾ ടൈം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. കോളേജിൽ പോയിട്ട് വന്നതിന് ശേഷം രാത്രി സമയങ്ങളിലാണ് പഠിച്ചിരുന്നത്. ആദ്യത്തെ ഒരു 1-2 മാസം കോച്ചിങ്ങിന് ചേർന്ന് കഴിഞ്ഞിട്ട് 1-2 മാസം വളരെ കറക്റ്റ് ആയിട്ടൊന്നും പഠിച്ചു പോയില്ല. സമയമുണ്ടല്ലോ എന്ന് തന്നെ വിചാരിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വീക്കിലി മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്ത് റാങ്ക് ഒരുപാട് താഴെയായിരുന്നു. അപ്പൊ ഇങ്ങനെ റാങ്ക് ഒത്തിരി താഴെ കിടക്കുന്നുണ്ടപ്പോ കുറച്ച് വിഷമം തോന്നി. അപ്പൊ അങ്ങനെ ആ റാങ്ക് ഒന്ന് കയറി വരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ ചെയ്ത് വന്നപ്പം അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല റാങ്കിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ആ വീക്ക്ലി മോക്ക് ടെസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് തന്നെ ഒരു കോംപ്ലക്സ് തോന്നും, അയ്യോ എനിക്ക് ഇത്രയും താഴ്ന്ന ഒരു റാങ്ക് ആണല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് കറക്റ്റ് റെഗുലർ ആയിട്ട് പിന്നെ ഞാൻ ആ ടെസ്റ്റുകളൊക്കെ കറക്റ്റ് സമയത്ത് അറ്റൻഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയത്. പിന്നെന്താണ്, ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറും രണ്ടും ടോസ് അക്കാഡമി എന്നുള്ള നോട്ട്സ് തന്നെയാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചത്.
സബ്ജക്റ്റ് ആണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. കാരണം GK ഒക്കെ പഠിച്ചെടുക്കുന്ന എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് സബ്ജക്റ്റിന് കുറെ അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു. സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കുകളും വിട്ടില്ല. എന്നെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ടോപ്പിക്സ് പഠിച്ചിരുന്നു. നോട്ട്സ് ഒക്കെ ടോസ് തന്നിരുന്നു. പിന്നെ അല്ലാണ്ട് കുറച്ച് യൂട്യൂബിൽ നിന്നുള്ളത്, പിന്നെ സെറ്റിന്റെ സമയത്ത് പ്രിപ്പയർ ചെയ്ത കുറച്ച് നോട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ കോളേജിൽ എക്സ്ട്രാ ടൈം കിട്ടിയ സമയത്ത് വേറെ JEE അങ്ങനത്തെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് നോക്കിയിരുന്നു. ജനറൽ പാർട്ട് പഠിച്ചത് ടോസിലെ നോട്ട്സ് വെച്ച് തന്നെയാണ്. അത് വളരെ നല്ല നോട്ട്സ് ആയിരുന്നു. അപ്പൊ ഞാൻ ചെയ്ത ഒരു റിട്ടേൺ നോട്ട്സ് ആണ് അക്കാഡമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിരുന്നത്. പ്രിന്റ് ഔട്ട് എടുക്കാണ്ട് ഞാൻ തന്നെ അത് പിന്നെയും നോട്ട്സ് ആയിട്ട് എഴുതി. ഒരു വട്ടം എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ എഴുതിയും ചെയ്തൊക്കെ തന്നെയാണ് പഠിച്ചത്. ജനറൽ പേപ്പറിന്റെയും തന്നെ അങ്ങനെ തന്നെയാണ്. ഞാൻ കോപ്പി ഒന്നും എടുക്കാൻ നിന്നില്ല. എല്ലാം ഞാൻ എഴുതി തന്നെ പഠിക്കുമായിരുന്നു, എല്ലാ നോട്ട്സും എഴുതി വെച്ചിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റുകൾ നടത്തുന്നതുകൊണ്ട് ആ കൂടെ അങ്ങ് റിവിഷൻ ചെയ്ത് എന്താണ് വീക്ക്ലി മന്ത്ലി മോക്ക് ടെസ്റ്റുകൾ ചെയ്ത കൂട്ടത്തിലാണ് റിവിഷനും ചെയ്തു പോയത്. പിന്നെ ഏത് രീതിയിൽ പഠിച്ചാലാണ് കൂടുതൽ സബ്ജക്ട് നോളജ്? മാത്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കണം, അല്ലെ എഴുതി തന്നെ പഠിക്കണം, ചെയ്ത് പഠിക്കണം. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് അത് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, കൺഫ്യൂഷൻ വരാനും മറന്നു പോകാനും ഒക്കെയുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ അത് ചെയ്ത് പഠിക്കുമായിരുന്നു. ഒരാഴ്ച ഇപ്പൊ വീക്ക്ലി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇത്ര ടോപ്പിക്സുകൾ അവർ തന്നെ തരും. അതുകൊണ്ട് സെപ്പറേറ്റ് ടൈം ടേബിൾ ഒന്നും ഞാൻ ഉണ്ടാക്കിയിരുന്നില്ല. എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പൊ ടോസിയും തന്ന അതേ ടൈം ടേബിൾ ആണ് ഞാൻ ഫോളോ ചെയ്ത് പഠിച്ചത്. ചുരുങ്ങിയ സമയം, ഇപ്പൊ ഒരു 5-6, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ എനിക്കൊരു 17ാമത്തെ റാങ്ക് ലഭിക്കാൻ സാധിച്ചു. ഒരു PSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 2-3 വർഷമൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് എന്റെ ഒരു അനുഭവത്തിൽ കൂടെ മനസ്സിലായി. കുറച്ച് കാലയളവാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും ആ സമയത്ത് ഒരു നല്ല എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് നെഗറ്റീവ് മാർക്കിനെ കുറിച്ച് പറഞ്ഞാൽ, ഞാൻ ആദ്യം ചെയ്തത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അത് സോൾവ് ചെയ്തിട്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. മാക്സിമം നെഗറ്റീവ് മാർക്ക് കിട്ടാതിരിക്കാനാണ് ശ്രമിച്ചത്. എന്നാലും എനിക്ക് കുറച്ചധികം നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ ആ ഒരു സെറ്റിൽ നിന്ന് ഒരു 12 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തു. അങ്ങനെ എന്റെ കുറച്ച് നെഗറ്റീവായിട്ടും അല്ലാണ്ട് അറ്റൻഡ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് മാറി തന്നെ പോയി. അപ്പൊ മാക്സിമം അറിയാവുന്നത് മാത്രം ചെയ്യുക. നെഗറ്റീവ് മാർക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും കുറയും, കൂടാതെ നമുക്ക് കിട്ടിയ മാർക്കും കുറയും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം PSC എക്സാമിന് ഓരോ പോയിന്റ് പോലും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാക്സിമം നെഗറ്റീവ് മാർക്ക് കിട്ടാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരോട് പറയാനുള്ളത്, ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നതേ ഉള്ളൂ, ഇനി സമയമുണ്ട്. ഇത്രയൊരു സമയം മതി പഠിക്കാനായിട്ട്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മാക്സിമം എഫേർട്ട് ഇടുക. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. ടോസ് അക്കാഡമിയിൽ നിന്ന് ഓൾമോസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നെറ്റിന് ഒക്കെ പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ സോൾവ് ചെയ്യാം. ഞാൻ അല്ലാണ്ട് വേറെ ടെക്സ്റ്റ് ബുക്കുകളൊന്നും തന്നെ റെഫർ ചെയ്തില്ല. ഈ ഒരു നോട്ട്സ് വെച്ച് തന്നെയാണ് കൂടുതലും പഠിച്ചത്. പിന്നെ സ്ട്രാറ്റജി പറഞ്ഞല്ലോ, ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യായിരുന്നു. പിന്നെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സബ്ജക്റ്റിന്റെ കാര്യത്തിൽ എല്ലാ ടോപ്പിക്സും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓരോ ടോപ്പിക്സ്, ഓരോ മൊഡ്യൂൾസിൽ നിന്ന് എത്ര മാർക്കാണ് വരുന്നതെന്ന് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നും ഒഴിവാക്കാതെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സബ്ജക്റ്റ് ആണ് കുറച്ചും കൂടെ, എനിക്ക് തോന്നുന്നു മാത്സുകാർക്ക് കുറച്ചും കൂടെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്, മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള സബ്ജക്ട് പാർട്ടിൽ നിന്നാണ്. പിന്നെ GK കറണ്ട് അഫെയർ ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചല്ലാണ്ട് അതിൽ കൂടുതൽ സമയം ചെലവഴിച്ചില്ല. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനും റിനൈസൻസും നന്നായിട്ട് തന്നെ പഠിച്ചിരുന്നു. അപ്പൊ അതിൽ നിന്ന് വന്ന എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. അത് ടോസിന്റെ നോട്ട്സ് തന്നെയാണ് വെച്ച് പഠിച്ചത്. അപ്പം അതിൽ നിന്നൊരു നല്ല മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, കുറച്ചധികം മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു സെക്ഷനിൽ നിന്ന്. ഇതൊക്കെയായിരുന്നു എന്റെ ഒരു സ്റ്റഡി പ്ലാന്. പിന്നെ ഇന്റർവ്യൂ ആണ് ഉണ്ടായിരുന്നത്. ഇന്റർവ്യൂവിന്റെ സമയത്ത് ഇതുപോലെ ടോസ് അക്കാഡമിയിൽ പ്രീവിയസ് എക്സാമിന് അപ്പിയർ ചെയ്തവരുടെ എക്സ്പീരിയൻസ് ഒക്കെ അവർ പറഞ്ഞു തന്നിരുന്നു. എനിക്ക് ഇന്റർവ്യൂ വളരെ എളുപ്പമായിരുന്നു. കാരണം ഞാൻ ഗ്രാഫ് തിയറി എന്ന് പറഞ്ഞൊരു പേപ്പർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്റർവ്യൂവിന് ചെന്നപ്പോ എന്നോട് ഒരു പേപ്പർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ പേപ്പറാണ് പറഞ്ഞത്. അപ്പം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് എനിക്ക് അതെല്ലാം ആൻസർ ചെയ്യാനായിട്ട് പറ്റി. മാക്സിമം 14 മാർക്ക് വരെ കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. 14 മാർക്ക് ആർക്കും കണ്ടില്ല, 13 വരെയാണ് കൊടുത്തു കണ്ടത്. അപ്പം 13 മാർക്ക് കിട്ടിയായിരുന്നു. പിന്നെ PGയുടെ വെയിറ്റേജ് കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു. PGക്ക് അത്യാവശ്യം മാർക്ക് ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് ഒരു
നല്ല പെർസെൻറ്റേജ് മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് 17ാമത്തെ റാങ്ക് കിട്ടിയത്. അപ്പം ഓവറോൾ പറഞ്ഞാൽ ടോസ് അക്കാഡമിയിൽ കോച്ചിങ്ങിന് ചേർന്ന് എനിക്ക് വലിയൊരു സഹായമായിരുന്നു. നോട്ട്സിന് വേണ്ടി അങ്ങ് തേടി നടക്കേണ്ടി വന്നില്ല. ഡൗട്ട്സ് വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ടീച്ചേഴ്സ് അത് ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ മോക്ക് ടെസ്റ്റുകൾ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ ഇനിയുള്ള സമയം മതി നമുക്ക് പഠിച്ചെടുക്കാനായിട്ട്. നല്ല എഫേർട്ട് എടുത്ത് നമുക്ക് കിട്ടും, നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ടീച്ചറിന് വേറെ എന്തിനെങ്കിലും കുറിച്ച് പറയേണ്ടതുണ്ടോ? പിന്നെ ഇപ്പൊ പറയണ്ട, നമുക്ക് അവരോട് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കാം. നിങ്ങൾ ലെഫ്റ്റ് ആവാതെ കുറച്ചു നേരം ഒന്ന് ഇരുന്നാൽ മതി. നമ്മളോട് ഒരു വിന്നറും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അലീനയോട് ഒത്തിരി നന്ദി പറയുന്നു. എവിടെയോ യാത്രയൊക്കെ പോയിട്ടൊക്കെ വന്നേക്കോ, NSSന്റെ ഡ്യൂട്ടിയോ എന്തൊക്കെയോ NSSന്റെ അല്ല, എന്റെ വീട് ഇടുക്കിയിലാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. അപ്പൊ ഇന്നാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അതെ. ഓക്കെ. ഇവിടെ എല്ലാവരും തന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടിയ എല്ലാവർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ചിലവർക്ക് NSSന്റെ ഡ്യൂട്ടി. അപ്പൊ നമ്മളതാണ് അങ്ങനെ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ഡേറ്റും ഒക്കെ മാറ്റിയൊക്കെ ഒന്ന് നോക്കിയത്. എന്തായാലും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ടോസ് അക്കാഡമിക്ക് ഇതുപോലെ ഒരു അച്ചീവ്മെന്റിന് അലീനയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു 17ാമത്തെ റാങ്ക് ഒക്കെ ഞങ്ങൾക്ക് തന്നതിലും നന്ദിയുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിനാണെങ്കിലും ഇപ്പൊ ഒരു ടെൻഷൻ ഉണ്ടായി കാണും. ഇപ്പൊ 5 മാസം 6 മാസം ഒക്കെ ഉള്ളല്ലോ നമുക്ക് ഇനി എക്സാമിന്. അപ്പൊ ഇനി പഠിച്ചാൽ മതിയോ ഇതുപോലുള്ള ഒരു എക്സാമിന് എന്നുള്ളത് അവർക്കൊരു ടെൻഷൻ ഉണ്ടായി കാണും. ഇപ്പൊ എന്തായാലും അലീനയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോഴോ അല്ലെങ്കിൽ പറഞ്ഞപ്പോഴോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും. ഇനി പഠിച്ചാലും മതി, നമ്മൾ ഇടുന്ന എഫേർട്ട് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റാങ്കിന് നല്ല റാങ്ക് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലായി കാണും. ഓക്കെ, താങ്ക് യു അലീന. ലെഫ്റ്റ് ആവരുതേ, സുധീഷ് ലെഫ്റ്റ് ആവരുതേ. ഒരാളും കൂടി നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ, നിഖിന. സോ നമ്മുടെ അടുത്ത ഒരു വിന്നറാണ് നിഖിന നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ HSST മാത്സിന്റെ 40ാമത്തെ റാങ്ക് ആയിരുന്നു നിഖിനയ്ക്ക് ഉണ്ടായിരുന്നത്. PSC എക്സാം തന്നെ ആദ്യമായിട്ട് എഴുതിയ PSC എക്സാമില് ഇതുപോലെ റാങ്ക് അച്ചീവ് ചെയ്യാനും അതുപോലെ അപ്പോയിന്റ്മെന്റ് നേടാനും ഒക്കെ സാധിച്ചതിലും ഇതുപോലെ ഒരു ലെറ്റർ നമ്മുടെ രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്ന ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സോ ഞങ്ങളുടെ ടോസ് അക്കാഡമിയുടെ നല്ലൊരു അച്ചീവ്മെന്റിന്റെ ഭാഗമാകാനായിട്ട് സാധിച്ചതിൽ നിഖിനയോട് ഒരുപാട് നന്ദി പറയുന്നു. നമ്മുടെ സ്റ്റുഡൻസിന് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ കൊടുക്കണം കേട്ടോ. നമസ്കാരം, എന്റെ പേര് നിഖിന സുരേഷ്. ഞാൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ആദ്യം എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് കോട്ടയം ജില്ലയിലായിരുന്നു. ഇപ്പം എന്റെ വീടിനടുത്ത് സൗകര്യമായിട്ട് എനിക്ക് കിട്ടി. പിന്നെ എല്ലാവരും ഹയർ സെക്കൻഡറി നോട്ടിഫിക്കേഷൻ വന്നു. ഹയർ സെക്കൻഡറി അധ്യാപകരാവണമെന്ന വലിയ സ്വപ്നവുമായിട്ടാണ് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നതെന്ന് അറിയാം. പിന്നെ എക്സാമിനെ പറ്റി ഒരുപാട് സംശയങ്ങൾ എനിക്കും ഈ 2021 നമ്മളെ നോട്ടിഫിക്കേഷൻ വന്നത്. ആ സമയത്തും എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ആദ്യം ഞാൻ ഏത് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുമെന്നുള്ളതായിരുന്നു ആദ്യത്തെ സംശയം. എങ്ങനെ ആയിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പം അതിന് നെറ്റിന്റെ കോച്ചിങ്ങിന് 2015 PG കഴിഞ്ഞത്. അതിനുശേഷം PG കഴിഞ്ഞ ഉടനെ നെറ്റിന്റെ കോച്ചിങ്ങിന് പോയായിരുന്നു തിരുവനന്തപുരത്ത്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 4 വർഷം ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ BEdന് ചേർന്നത്. 2019 ഞാൻ BEdന് ചേർന്നത്. 2021 BEd പാസ് ഔട്ട് ആയപ്പോൾ തന്നെ സെറ്റ് പാസ്സായി, ഹയർ സെക്കൻഡറിയും വിളിച്ചു. അപ്പൊ അങ്ങനെ ഒരു ബ്രേക്ക് എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഏത് അക്കാഡമിയിൽ ഇങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് നിന്ന സമയത്താണ് ഈ നെറ്റിന്റെ കോച്ചിങ്ങിന് പോയ സ്ഥലത്ത് നമുക്ക് ഇപ്പം ടോസിൽ ക്ലാസ് എടുക്കുന്ന മാത്തു മിസ് അവിടെ ഉണ്ടായിരുന്നു. മിസ് അന്ന് നെറ്റ് അച്ചീവ് ചെയ്ത് കോളേജിലൊക്കെ കയറി. പക്ഷെ എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് ഈ അക്കാഡമിയിൽ മാധു മിസ് ഉണ്ട് അങ്ങനെ അറിഞ്ഞു. അങ്ങനെ ആണ് ഈ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ എന്റെ ജൂനിയർ ആയിട്ടുള്ള ഒരു കുട്ടി ഇങ്ങനെ അത് സെറ്റിന്റെ എക്സാമിന് ടോസ് അക്കാഡമിയാണ് സെലക്ട് ചെയ്തത്. അതിന് വളരെ നല്ല രീതിയിലുള്ള ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ ടോസ് അക്കാഡമി സെലക്ട് ചെയ്തു. അല്ലാതെ അക്കാഡമിയെ പറ്റി ഒരു മുന്നറിവില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇതിൽ വന്നതിൽ എനിക്ക് നല്ലൊരു അച്ചീവ്മെന്റ് ആണ് ഉണ്ടായത്. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടേണ്ട വലിയൊരു പൊസിഷൻ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ വിചാരിച്ച ജോലി എനിക്ക് കിട്ടുകയും ചെയ്തു. ടീച്ചിങ് ഒരു പാഷനായിട്ട് കൊണ്ടുനടന്ന എനിക്ക് ഇത് വലിയൊരു അനുഗ്രഹം തന്നെ ആയിരുന്നു.
പിന്നെ HSST കിട്ടിയ ആളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ടൈം എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കും, ബ്രേക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഇതുവരെയും കിട്ടാത്ത ആളുകളും ഉണ്ടായിരിക്കും. അവർക്കെല്ലാം ഇങ്ങനെ പല സാഹചര്യങ്ങളിലുള്ള ആളുകളാണ് നമ്മളെ ഇതിനകത്തുള്ളത്. അപ്പൊ അവരോടെല്ലാം പറയാനുള്ളത്, ഞാൻ ഈ 3 സാഹചര്യത്തിലും കടന്നു വന്ന ആളാണ്. എന്നാലും എന്റെ മനസ്സില് കിട്ടുമോ കിട്ടുമോ എന്നല്ലായിരുന്നു, എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടായിരുന്നു ഞാൻ ഈ എക്സാം പഠിച്ചതും എഴുതിയതും എല്ലാം. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, എനിക്ക് ഈ എക്സാം കിട്ടുമോ എന്നല്ല, ഞാൻ ആ എക്സാം എഴുതും, എനിക്ക് കിട്ടും, ഞാൻ ആദ്യത്തെ റാങ്കിൽ വരും എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിൽ ഓർപ്പിക്കുന്നത്. മനസ്സ് ആദ്യം പാകമാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ ആദ്യം ചെയ്യാനുള്ളത്. പിന്നെ നമ്മള് നെറ്റ് ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. അത് നമ്മൾ ടോസ് അക്കാഡമി തന്നെ നമുക്ക് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരും. ആ നെറ്റ് ലെവലുള്ള പിന്നെ നോട്ട്സും കാര്യങ്ങളും എല്ലാമാണ് അവർ തന്നുകൊണ്ടിരുന്നത്. അതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും എല്ലാം തന്നുകൊണ്ടിരുന്നത്. പിന്നെ മോക്ക് ടെസ്റ്റിന്റെ കാര്യത്തിൽ എല്ലാ ആഴ്ചയിലും ഞാൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഇപ്പൊ അലീന മിസ് പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനെ ഈ റാങ്കിൽ ഇങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ അടുത്ത ആഴ്ച വീണ്ടും അതിന് മുകളിൽ എത്താൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ മോക്ക് ടെസ്റ്റിൽ നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യനുകളായിരുന്നു വരുന്നത്. അപ്പൊ അത് നല്ലോണം വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ 2 ആഴ്ച മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതിരുന്ന സമയത്ത് ഇതുപോലെ മാധു മിസ് എന്നെ വിളിക്കുകയും എന്താണ് അത് അറ്റൻഡ് ചെയ്യാത്തതെന്നുള്ളതും പഠിക്കുന്നില്ലേ എന്നുള്ള കാര്യം എന്നെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അപ്പം അതിന് ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് പറ്റിയിരുന്നില്ല. അപ്പം മാധു മിസ് അതിനുശേഷം അവരും അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ്. ഓരോന്നും നമുക്ക് ഒരുപാട് പേപ്പറുകൾ ഉണ്ട്. അതിൽ എനിക്ക് ലീനിയറും അബ്സ്ട്രാക്റ്റും അത്യാവശ്യം എല്ലാവർക്കും നല്ലോണം പറ്റുന്ന പേപ്പറാണ്. റിയൽ കുറച്ച് കടുപ്പമുള്ളതാണ്. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നതാണ് നമ്മൾ +2 കാലഘട്ടങ്ങൾ തൊട്ടേ പഠിച്ചു തുടങ്ങുന്നതാണ്. പിന്നെ നമ്പർ തിയറി നമുക്ക് പറ്റുന്നതാണ്. അപ്പൊ ഇതെല്ലാം അത്യാവശ്യം എനിക്ക് നെറ്റിന് പോയി അറിയുകയൊക്കെ ചെയ്യായിരുന്നു. അതിനുശേഷം ടോപ്പോളജി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ടോപ്പോളജി പഠിക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ HSST ആയപ്പോൾ എനിക്ക് ഇനി അതിൽ നിന്ന് എന്തെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചു. ഞാൻ ഈ ടോപ്പോളജി പഠിക്കുന്നത് നല്ലോണം ആ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത് ഈ ടോസ് അക്കാഡമിയുടെ ക്ലാസ്സിൽ നിന്നാണ്. അപ്പൊ എനിക്ക് ഏകദേശം ഒരു 5 ക്വസ്റ്റ്യനോളം, അത് നമ്മൾ ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ല, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡയറക്റ്റ് തിയറം അത് നല്ലോണം പഠിച്ചിരുന്നാൽ കിട്ടുന്ന ക്വസ്റ്റ്യനുകളായിരുന്നു. അങ്ങനെ 5 ക്വസ്റ്റ്യൻ എനിക്ക് ടോപ്പോളജിന്ന് കിട്ടി. ഒരുപക്ഷെ ഞാൻ അത് പഠിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് 5 ക്വസ്റ്റ്യൻ കിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊന്നും കളയാതെ എല്ലാം പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ജനറൽ പേപ്പറിന്റെ കാര്യം, ജനറൽ പേപ്പർ നമ്മളിപ്പം സെറ്റ് എഴുതിയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ജനറൽ പേപ്പറിന് വലിയ പ്രശ്നങ്ങളില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം നമ്മൾ നല്ലോണം പഠിച്ചതാണ്, റെനൈസൻസും പഠിച്ചതാണ്. പിന്നെ കറണ്ട് അഫയേഴ്സ് മാത്രം എത്ര ഇതില്ലെങ്കിലും പിന്നെ സൈക്കോളജിയും ഫിലോസഫി അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊന്നുകൂടെ ഒന്ന് പൊടിതട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ജനറൽ പേപ്പർ അത്യാവശ്യം നമുക്ക് കിട്ടുന്നതാണ്. സബ്ജക്ട് നമുക്ക് കുറച്ച് സമയം എടുത്ത് വേണം ചെയ്യാനുള്ളത്. ജനറൽ കുറച്ച് അറിയാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ കറണ്ട് നമുക്ക് കിട്ടത്തില്ല, അത്രയും കിട്ടത്തില്ല. പിന്നെ പറയാനുള്ളത് ഈ നെഗറ്റീവ് മാർക്കിന്റെ കാര്യമാണ്. എനിക്ക് ഞാൻ 48 ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളായിരുന്നു. എനിക്ക് ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അലീന മിസ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 13 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓൺലൈൻ എക്സാം ആയിരുന്നു. ആ നെറ്റ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഇതുപോലെ ഒരു സ്ക്വയർ എഴുതിയത് ആ സ്ക്വയർ മുകളിൽ എഴുതാതെ താഴെ ആയിപ്പോയി. അങ്ങനെ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ഒരു കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ തെറ്റുള്ളത് നമ്മൾ അധികം നോക്കാൻ നിൽക്കണ്ട, അതെന്തായാലും ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആവും. അങ്ങനെയൊക്കെ ഒരു 13 ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എഴുതിയ ക്വസ്റ്റ്യൻസും പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ കൂടി നെഗറ്റീവ് മാർക്ക് അതുകൊണ്ട് 3 ക്വസ്റ്റ്യൻ എനിക്ക് നെഗറ്റീവായിട്ട് പോയിട്ടുള്ളൂ. അല്ല, ആ സമയത്ത് എന്റെ കൂടെ ഉള്ളവരൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചധികം. അപ്പൊ എനിക്ക് മനസ്സിൽ തോന്നി, അയ്യോ അത്ര അറ്റൻഡ് ചെയ്യണമായിരുന്നു എന്ന്. പക്ഷെ ഞാൻ ആ സമയത്ത് ആ തീരുമാനം എടുത്തു, ഇത്രേ ചെയ്യുന്നുള്ളൂ എന്നുള്ള തീരുമാനം എടുത്ത്. അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് മാർക്ക് കുറവായിരുന്നു. ചിലവർക്ക് 50-50 ചാൻസ് വെച്ച് ചെയ്യുമായിരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, അതെനിക്ക് പ്രയോജനപ്പെട്ട് ആണ് ചെയ്തത്. പിന്നെ ഇനി എത്ര സമയം പഠിക്കണമെന്നുള്ളത്, എപ്പം പഠിക്കണമെന്നുള്ളത് അങ്ങനെ നോക്കണ്ട. എപ്പോഴൊക്കെ സമയം കിട്ടുന്നു ആ സമയം മൊത്തവും പഠിക്കാം. നമ്മൾ MSCയും BEdും സെറ്റും ഒക്കെ പാസ്സായിട്ട് അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിനകത്ത് ഇരിക്കുന്നത്.
അപ്പം അത്രയും എഫിഷ്യൻസി കൂടിയ ആൾക്കാര് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ ഈ റാങ്കിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഇന്ന സമയമൊന്നുമല്ല, കിട്ടുന്ന സമയം മൊത്തവും പഠിക്കുക. നമുക്കിനി കുറച്ച് നാളേ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ളത്. ആ സമയം മൊത്തവും നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തി നല്ലൊരു റാങ്കിലെത്താൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് ടോസ് അക്കാഡമിയിൽ നിന്ന് വളരെ വലിയൊരു അനുഗ്രഹമാണ്. അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എപ്പോഴും ഏത് കാര്യത്തിലും ഡൗട്ട് ചോദിച്ചാലും അവരെല്ലാം അത് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അപ്പൊ നിങ്ങൾക്കും അതൊരു ഭാഗ്യം തന്നെ ആയിരിക്കും. ടോസ് അക്കാഡമിയുടെ ക്ലാസ് അവരെല്ലാം നല്ല സപ്പോർട്ടീവ് ആണ്. ഏത് സമയത്ത് വേണേലും ആ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. അതിന്റെ ക്ലാസ് നല്ലോണം വർക്ക് ചെയ്ത് കണ്ടാൽ മതി. അതുപോലെ ക്വസ്റ്റ്യൻസ് നല്ലോണം വർക്ക്ഔട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമല്ല, ഇപ്പൊ നമ്മൾ എഴുതിയ സമയത്ത് നെറ്റിന്റെ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ മോഡൽ ഉണ്ടായിരുന്നു. അപ്പോഴാ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു പാറ്റേൺ നോക്കിയിട്ട് ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലധികം വർക്ക്ഔട്ട് ചെയ്യണം. നമ്മൾ അക്കാഡമിയിൽ നിന്ന് തരുന്നുണ്ട്, എന്നാലും കുറച്ച് കൂടുതലധികം വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു നിഖിന. ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിന് നന്ദി. ഫാമിലിയിൽ ഒരുപാട് തിരക്കുണ്ടാവും, എന്നാലും കുറച്ചധികം സമയമായി ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് നന്ദി. അപ്പൊ നമ്മുടെ നിലവിൽ നമ്മുടെ 3 വിന്നേഴ്സ് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി 2 പേരും നമുക്ക് ജോയിൻ ചെയ്തില്ല, എന്തൊക്കെയോ ഇഷ്യൂസ് വന്നു. റിൻസി ജോയിൻ ചെയ്തില്ലായിരുന്നല്ലോ? റിൻസി ഉണ്ടോ? സിബി ഇല്ല, അവർ 2 പേരും ജോയിൻ ചെയ്തില്ലായിരുന്നു. സോ നമുക്ക് നമ്മുടെ റിൻസി ഓൾറെഡി നമുക്ക് അപ്പോയിന്റഡ് ആയിരുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ശാരിക ഒരാളുണ്ടായിരുന്നു, അപ്പോയിന്റഡ് ആയിരുന്നു. ഇന്ന് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്തോ അസൗകര്യം ഉണ്ടായിരുന്നു. സിബി അപ്പോയിന്റ്മെന്റ് നടന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഇനി അപ്പോയിന്റ്മെന്റ് നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. അടുത്ത ഒരു പോസ്റ്റിങ്ങിലോട്ട് വരുമ്പോ അഡ്വൈസിൽ ഉണ്ടാവുന്ന ഒരാളെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നവംബർ വരെയും അതിന്റെ ഇപ്പൊ നിലവിലുള്ള ഇതിന്റെ വാലിഡിറ്റി നമുക്ക് നവംബർ വരെ ഉണ്ട്. സോ നമുക്കത് അപ്പോയിന്റ്മെന്റ് ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് സിബിയും ജോയിൻ ചെയ്തിട്ടില്ല. സോ ഇനി നിങ്ങൾ ഇപ്പോ നിലവിലുള്ള സ്റ്റുഡൻസിന് നമ്മുടെ 3 വിന്നേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവര് ക്ലിയർ ചെയ്ത് തരും. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ വിന്നേഴ്സിനോട് ചോദിക്കാനുണ്ടോ? വിന്നേഴ്സ് പറഞ്ഞത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ? ഓക്കെ, ക്ലിയർ ആയെന്നാണോ? ഡൗട്ട് ഉണ്ടെന്നാണോ മുഫീദ? ഇല്ല മാം, ഡൗട്ട് ഇല്ല. ക്ലിയർ ആയി. ഓക്കെ, അവര് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് 2 മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇപ്പോ അഡ്വൈസ് എത്രയായി എന്നുള്ളതും PGയുടെ മാർക്കിന്റെ വെയിറ്റേജ് അത് എപ്പോഴും ഉണ്ടാവോ എന്നുള്ളതുമാണ്. നമ്മൾ ഏകദേശം എത്ര മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യണം? നമ്മുടെ എക്സാം ഓൺലൈൻ ആയിരിക്കോ ഓഫ്ലൈൻ ആയിരിക്കോ? ഓക്കെ, ഹെൽപ്ഫുൾ ആയിരുന്നു. ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. സോ ഇതിനെന്തെങ്കിലും റിപ്ലൈ, ഏതെങ്കിലും ഒരു വിന്നറെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും ഒരാൾക്ക് സംസാരിക്കാമോ? സുധീഷയോ അലീനയോ നിഖിനെയോ ആരെങ്കിലും? ടീച്ചർ, എക്സാം ഞങ്ങൾക്ക് ഓൺലൈൻ എക്സാം ആയിരുന്നു. ഇനിയുള്ളത് എങ്ങനെ പാറ്റേൺ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. പിന്നെ PGയുടെ വെയിറ്റേജ് മുൻപത്തെ പോലെ അല്ലാന്ന് എനിക്ക് തോന്നി. ഇപ്പം ഇത്ര പെർസെന്റേജ് കിട്ടിയവർക്ക് 20 മാർക്ക് അങ്ങനത്തെ എന്തോ, ഞങ്ങളുടെ പോലെ അല്ല. ഇപ്പൊ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. സുദീന ടീച്ചറിന് അതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാമോ? സുധീഷിക്കാൻ ഇങ്ങനെയൊക്കെ അതിനെ പറ്റി കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും? ചെറിയ മാറ്റം വരുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയില്ല. നമുക്ക് 30% ആയിരുന്നു നമുക്ക് കിട്ടിയ PG മാർക്കിന്റെ 30% ആയിരുന്നു ഔട്ട് ഓഫ് 20 കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു 80% തൊട്ട് 100% വരെ ഉള്ളവർക്ക് 20 മാർക്ക്,
70 തൊട്ട് 80% വരെയുള്ളവർക്ക് 18, അങ്ങനെ എന്തോ ഒരു കാറ്റഗറി വൈസ് ആണ് ഇപ്പം മാർക്ക് കൊടുക്കുന്നത്. നമ്മുടേത് വരെ 30% വെച്ചാണ് എടുത്തോണ്ടിരുന്നത്. പിന്നെ എത്ര മാർക്ക് സ്കോർ ചെയ്യണം, അതിനുവേണ്ടി പഠിക്കണം എന്നുള്ളത് അങ്ങനെ ഒരു ഇതില്ല. കാരണം കട്ട് ഓഫ് വരുന്നത് മുഴുവൻ ആൾക്കാരും എങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ മൊത്തം എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കട്ട് ഓഫ് ഇടുക. അപ്പൊ നമുക്ക് മാക്സിമം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. അതിൽ നമുക്ക് ഷുവർന്ന് തോന്നുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് അറ്റൻഡ് ചെയ്യുക. അത് ഇത്ര മാർക്ക് കൃത്യം വേണം എന്നൊരു ക്രൈറ്റീരിയ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ എക്സാമിനും ഓരോ കട്ട് ഓഫ് ആണ്. അപ്പൊ മാക്സിമം പഠിക്കുക, മാക്സിമം സ്കോർ ചെയ്യുക എന്നേ പറയാൻ പറ്റൂ. ഓക്കെ, ഏകദേശം ക്ലിയർ ആയല്ലോ. അഡ്വൈസ്, നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്നത്, നമ്മളൊരു യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റിംസിക്കാണ് ഇപ്പൊ ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ് വന്നതില് പോസ്റ്റിംഗ് നടന്നിരിക്കുന്നത്. റിംസ് കഴിഞ്ഞ് 2-3 പേർക്കും കൂടി പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. മാധു മിസ്സിന് കറക്റ്റ് അറിയോ അഡ്വൈസ് എത്രയായി എന്നാണ് അവര് ചോദിക്കുന്നത്? കറക്റ്റ് അറിയില്ല കേട്ടോ മിസ്സേ, എത്രയായി എന്നുള്ളത്. ഒരു റിംസിയുടെ സമയത്ത് ഒരു 48 പോസ്റ്റിംഗ് നടന്നിരുന്നു. ഒരു സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു അത് നടന്നത്. പിന്നെ ഈ ഡിസംബറിൽ ഒരാൾക്ക് വന്നിട്ടുണ്ട്, അങ്ങനെയാണ് അറിവ്. ടോട്ടൽ 89 പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. 89 അല്ലേ? നമ്മുടെ നിലവിൽ നമുക്ക് നവംബർ വരെ ഉണ്ട് കേട്ടോ. ലിസ്റ്റിന്റെ വാലിഡിറ്റി നവംബർ വരെ ഉണ്ട്. അപ്പൊ അതുവരെ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ പ്രതീക്ഷിക്കാം. ഓൺലൈൻ ഓഫ്ലൈൻ കാര്യങ്ങളെല്ലാം നമുക്ക് കൺഫർമേഷൻ വന്നതിന് ശേഷം അറിയാൻ പറ്റില്ലേ? അങ്ങനെയല്ലേ മിസ്സേ? അതെ അതെ അതെ, മിക്കവാറും ഓൺലൈൻ ആവാനായിരിക്കും ചാൻസ്. കഴിഞ്ഞ തവണ ഓൺലൈൻ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഓക്കെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അലീനയുടെ സുധീഷയുടെ ഒക്കെ കട്ട് ഓഫ് ഒന്ന് പറയാമോ? സീനിയർ എക്സാമിന്റെ കട്ട് ഓഫ് വന്നിരുന്നത് 28 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നത്. അതേപോലെ ജൂനിയർ എക്സാമിന്റെ കട്ട് ഓഫ് വന്നത് 52 മാർക്സ്. അങ്ങനെയായിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത് VHSCയുടെ. HSSTയുടെ കട്ട് ഓഫ് 30 ആയിരുന്നു. ഓക്കെ. വർക്കിന്റെ ഇടയിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ അവർ ഓൾറെഡി പറഞ്ഞു. നമ്മളുടെ കൂടെ സുധീഷ് അലീനയൊക്കെ വർക്കിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. അവർക്ക് കിട്ടുന്ന ടൈമിൽ പഠിക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത്. നമ്മൾ ഇന്ന സമയം മാറ്റി വെക്കുക എന്ന് പറയുന്നത് ചിലപ്പോ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ബിസി ആയിരിക്കാം, വർക്കിംഗ് ഫീൽഡിൽ നമ്മൾ ബിസി ആയിരിക്കാം. എന്നാലും നമുക്ക് കിട്ടുന്ന ടൈം മാക്സിമം നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അവരുടെ എക്സ്പീരിയൻസിൽ അവര് അത്രത്തോളം വർക്കിന്റെ ഇടയ്ക്കും ചെയ്തു. പിന്നെ സുധീഷ് പറഞ്ഞു ഓൾറെഡി ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും ആ വർക്കിന്റെ അവരിതങ്ങ് തീർന്നായിരുന്നു, അതുകൊണ്ട് ഫുൾ ടൈം കിട്ടി. പക്ഷെ അലീനയ്ക്ക് വർക്കിങ്ങിന്റെ ഒപ്പം തന്നെയാണ് പഠിച്ചത്, എന്നാലും 5 മാസം കൊണ്ട് പഠിക്കാൻ പറ്റി എന്ന് പറഞ്ഞു. സോ വർക്കിന്റെ ഇടയിലും നമ്മൾ സമയം കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് നമ്മളോട് നമ്മുടെ വിന്നേഴ്സ് പറഞ്ഞത് കേട്ടോ. എത്ര സ്കോർ കിട്ടിയെന്ന് അവര് ചോദിക്കുന്നേ? എനിക്ക് സീനിയറിന്റെ എക്സാമില് 36 ആയിരുന്നു കിട്ടിയിരുന്നത്. അത് 5th റാങ്ക് ആയിരുന്നു എനിക്ക് വന്നത്. അപ്പം 28 കട്ട് ഓഫ് വന്നാലും 36 5th റാങ്കിലോട്ട് എത്തും. മീൻസ് നമ്മള് അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ, ഇപ്പൊ ആരോ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം എന്ന് ഒരിക്കലും ഫിക്സ് ചെയ്ത്, കാരണം അത് ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ച് വ്യത്യസ്തമായിട്ട് മാറും. അപ്പൊ സീനിയറിൽ 28ഉം അതേപോലെ ജൂനിയർ എക്സാം വന്നപ്പോ 52, അതായത് ഇരട്ടി എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് കട്ട് ഓഫ്. അപ്പം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ച് ആൾക്കാർ എഴുതുന്ന രീതിക്ക് അനുസരിച്ച് അത് മാറും. അപ്പം എനിക്ക് സീനിയറിന് 36 ആയിരുന്നു വന്നിരുന്നത്. ജൂനിയറിന്, അതായത് ഫസ്റ്റ് റാങ്കിന് ആയിട്ട് വന്നത് 67 മാർക്കായിരുന്നു. റിട്ടേൺ എക്സാമിന് മാത്രമായിട്ട് കിട്ടിയത്. ദെൻ ഇന്റർവ്യൂവിന് ഹയസ്റ്റ് മാർക്ക് 13 ആയിരുന്നു. എല്ലാവർക്കും 14 തരും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ 13 ആണ് നമ്മളുടെ ബാച്ചിൽ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് മാക്സിമം സ്കോർ. അപ്പൊ ആ 13ഉം കിട്ടി. കൂടാതെ PG വെയിറ്റേജ് മാർക്ക് 20 കൂടെ ആയി. ടോട്ടൽ 99 എന്നുള്ള ഒരു മാർക്കായിരുന്നു എനിക്ക് ഈ ജൂനിയർ എക്സാമില് ഉണ്ടായിരുന്നത്. ഓക്കെ. അലീനയ്ക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ട്?
എനിക്ക് 40 ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഏകദേശ ധാരണ. 40 അങ്ങനെ എന്തോ ആയിരുന്നു മാർക്ക്. പിന്നെ ഇന്റർവ്യൂവിന് 13 മാർക്കായിരുന്നു. പിന്നെ PGയുടേത് 18.5 ആയിരുന്നു. പിന്നെ നിലവിൽ അപ്പോയിന്റ്മെന്റ് പോയത് ചോദിച്ചേക്കുന്നത് 89 അപ്പോയിന്റ്മെന്റ് ടോട്ടലി നടന്നിട്ടുണ്ട്. 31 OC ടേൺ വരെയാണ് പോയേക്കുന്നത്. ബാക്കി കാറ്റഗറി വൈസ് റൊട്ടേഷൻ അനുസരിച്ച് വരുമല്ലോ. OC 31 ലാസ്റ്റ് പോയ അപ്പോയിന്റ്മെന്റിൽ നിൽക്കുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? സാർക്കും ഡൗട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇനി ഒത്തിരി നന്ദിയുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. വളരെയധികം നന്ദി. ഇനിയും എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ ഇതുപോലെ ഒക്കെ വരുമ്പോ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു ടോക്ക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് ഒരുപാട് മോട്ടിവേഷൻ ആണ്. കാരണം നമ്മൾ എത്ര പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് അതൊരു മോട്ടിവേഷൻ കിട്ടും. ഇപ്പൊ നിങ്ങൾ 3 പേരും പറഞ്ഞതാണെങ്കിലും അതനുസരിച്ചിട്ട് അവർക്ക് അതനുസരിച്ച് ബെനിഫിറ്റ് എന്തായാലും കിട്ടിക്കാണും. നമുക്ക് തന്നെ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പറയുമ്പോൾ അവർക്ക് കിട്ടുന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അപ്പോ ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾ പറയുന്ന അത്ര എന്തായാലും ഞങ്ങൾ എത്രത്തോളം പറഞ്ഞാലും അവർക്കത് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. 3 പേർക്കും ഒരുപാട് നന്ദി ജോയിൻ ചെയ്തതില്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് നമ്മുടെ സ്റ്റുഡൻസും താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും നന്ദി കേട്ടോ. ഇനി വിന്നേഴ്സിന് ലെഫ്റ്റ് ആവാം. നമ്മളിനി നമ്മുടെ ഒരു 5 months സ്റ്റഡി പ്ലാൻ ഡിസ്കസ് ചെയ്യാണ്. സോ നമ്മുടെ സ്റ്റുഡൻസിന് ഇനി നമുക്കുള്ളത് ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസമാണുള്ളത്. സോ ഇത്രയും കാലയളവില് നമുക്ക് എങ്ങനെ പഠിച്ചു തീർക്കാനായിട്ട് പറ്റും? അപ്പോ ഇവര് പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. നമുക്ക് ഒരു പ്രത്യേകം പേപ്പറുകൾ സെലക്ട് ചെയ്ത് പഠിക്കുക, സെറ്റ് എക്സാം പോലെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഫുള്ളായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. തരുന്നതെല്ലാം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസ് അനാലിസിസും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജസ്റ്റ് ഒരു 5 months സ്റ്റഡി പ്ലാൻ പറയുകയാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ കോച്ചിങ്ങിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് സിലബസ് ഒന്ന് മനസ്സിലാക്കാനും എങ്ങനെ 5 മാസം കൊണ്ടൊന്ന് പഠിച്ചു തീർക്കാമെന്ന് മനസ്സിലാക്കാനുമാണ് കേട്ടോ. മധു മിസ് ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നേ. മധു മിസ്. ഹലോ, ഓഡിബിൾ അല്ലേ? അതെ അതെ. അപ്പോൾ നമുക്ക് HSST മാത്തമാറ്റിക്സിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സിലബസ് ഒന്ന് പരിചയപ്പെടാം. 5 മാസം കൊണ്ട് എങ്ങനെ നമുക്ക് ഈ സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യാം എന്നൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ HSST മാത്തമാറ്റിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ PGയും അതുപോലെ B.Ed സെറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നല്ല ഒരു സാലറി സ്കെയിലോട് കൂടി ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ HSSTയുടേത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു. അതുപോലെ ടെൻഡേറ്റീവ് എക്സാം ഡേറ്റ് വന്നു അല്ലേ? May to July അതാണ് നമുക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. May, June, July ഇതിൽ ഏതെങ്കിലും ഒരു മാസം എന്തായാലും ഉണ്ടായിരിക്കും. നമുക്ക് ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേനും എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇത്രയും മാസം നമ്മുടെ കയ്യിൽ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കാം. ഈ 5 മാസം കൊണ്ട് എന്തായാലും നമ്മുടെ ഒരു ഡ്രീം ജോബാണ് അല്ലേ ഇത്? ഇപ്പോൾ നമുക്ക് സെറ്റിനാണെങ്കിൽ സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് അത് സെറ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. ഇപ്പോൾ ചിലർക്ക് ടോപ്പോളജി ഫംഗ്ഷനിൽ പാടുള്ള ടോപ്പിക്കാണ്, അവർ സ്കിപ്പ് ചെയ്താൽ അവർക്ക് സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ HSST അതുപോലെയല്ല. നമുക്ക് നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര മൊഡ്യൂളാണ്? മാത്സിൻ്റെ മാത്രം നോക്കുകയാണെങ്കിൽ ടോട്ടൽ 10 മൊഡ്യൂൾസ് ഉണ്ട്. 10 മൊഡ്യൂൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒറ്റ മൊഡ്യൂളും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ വിന്നേഴ്സിൻ്റെ ടോക്കിൽ നിന്ന് ഫസ്റ്റ് മനസ്സിലാക്കി കാണും. അത് ഒറ്റ ടോപ്പിക്ക് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എല്ലാം തന്നെ നന്നായിട്ട് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് എന്ത് വേണം? ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റിവിഷൻ വേണം. ഇപ്പം നമുക്ക് 5 മാസമാണ് നിലവിലുള്ളത്. ഈ 5 മാസത്തിൽ ആദ്യത്തെ 3 മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസം കൊണ്ട് പറ്റാവുന്നത്ര നമ്മുടെ ടോസ് അക്കാഡമിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന മാർച്ചോട് കൂടി നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ദെൻ മാർച്ച് ഒരു ലാസ്റ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ പ്രോപ്പർ ഒരു പക്ക റിവിഷനിലേക്ക് കടക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർച്ച് ആകുമ്പോഴേക്കും നമ്മുടെ സിലബസ് എങ്ങനെയായാലും നമ്മൾ കവർ ചെയ്തിരിക്കണം. ഓക്കെ,
സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ജസ്റ്റ് വായിച്ചു വിട്ടാൽ പോരാ, കാര്യങ്ങൾ പക്കയായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു തന്നെ പോകണം. ദെൻ ഏപ്രിൽ മെയ് മാസമൊക്കെ എന്തായാലും നിങ്ങൾക്ക് റിവിഷനുള്ള മാസങ്ങളായിട്ട് നിങ്ങൾ നീക്കി വെക്കണം. ഇപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കാരുണ്ട് നമ്മുടെ കയ്യിൽ, അതുപോലെ തന്നെ 17th 40 48 അങ്ങനെ പല റാങ്ക് കിട്ടിയ ആളുകളുണ്ട്, ജോലിക്ക് കയറിയ ആളുകളുണ്ട്. അവരൊക്കെ അവരുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ റാങ്കിലേക്കും ഈ ഡ്രീം ജോബിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക, റിവിഷനും പ്രോപ്പറായിട്ട് തന്നെ നടത്താം. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം സിലബസ് കവർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്വയമേ നിങ്ങൾക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഒക്കെ തരും, അതിനനുസരിച്ച് പോവാം. അത് എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മുടെ ആവശ്യമാണെന്ന് ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെ ഈ എക്സാമിന് വേണ്ടി നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇനി നമ്മുടെ സിലബസ് ഇപ്പോൾ HSSTയുടെയും അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ സെയിം സിലബസ് തന്നെയാണ് നമുക്ക് HSST മാത്തമാറ്റിക്സിനും അതുപോലെ തന്നെ VHSC മാത്തമാറ്റിക്സിൻ്റെ ജൂനിയർ സീനിയറിനൊക്കെ നിലവിലുണ്ടായിരുന്നത്. അതിന് ഇതുവരെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ എക്സാം ഡിസ്ക്രിപ്റ്റീവാണ്, നമ്മുടെ ഒബ്ജക്റ്റീവ് എക്സാം ആണെന്നേ ഉള്ളൂ. സിലബസ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് എക്സാമിൻ്റെ ഡ്യൂറേഷൻ എല്ലാവർക്കും അറിയാം, 1 പോയിൻറ്റ്, അതായത് 1 മണിക്കൂർ 15 മിനിറ്റ് ആണ്. ടോട്ടൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. നെഗറ്റീവ് ഉണ്ട്, ഒരു ക്വസ്റ്റിന് 0.33 വെച്ചിട്ടായിരിക്കും നെഗറ്റീവ് ഉള്ളത്. അതുപോലെ തന്നെ 70 മാർക്സ് ആണ് മാത്സിൻ്റെ ചോദിക്കുക. ബാക്കി 30 മാർക്ക് ജനറൽ പേപ്പറിൻ്റെ മാർക്കായിരിക്കും. നമുക്ക് നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 പാർട്ടായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഫസ്റ്റ് പാർട്ട് മാത്സ്, ദെൻ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അത് ജനറൽ പാർട്ടാണ്. അതിന് പ്രത്യേകം ലൈവ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്മുടെ HSST മാത്തമാറ്റിക്സിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 10 മൊഡ്യൂൾസാണ് മാത്സിൽ നിന്നുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂള് ലീനിയർ ഓൾജിബ്ര 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ മൊഡ്യൂള് റിയൽ അനാലിസിസ്, തേർഡ് വൺ റിയൽ അനാലിസിസ് കണ്ടിന്യൂവേഷൻ ആണ്. ആൻഡ് ഫോർത്ത് വൺ അബ്സ്ട്രാക്ട് ഓൾജിബ്ര, ആൻഡ് ഫിഫ്ത്ത് വൺ അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെ കണ്ടിന്യൂവേഷൻ ആണ്. ദെൻ ടോപ്പോളജി, കോംപ്ലക്സ് അനാലിസിസ്, ഫങ്ഷണൽ അനാലിസിസ്, ODE, PDE, നമ്പർ തിയറി. അപ്പോൾ ഇതാണ് നമ്മുടെ 10 മൊഡ്യൂൾസും. ഓരോ മൊഡ്യൂൾസിൽ നിന്നും 7 മാർക്ക് വീതമാണ്. അപ്പോൾ ഓരോ മൊഡ്യൂൾസും എന്താണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഇതിൽ ലീനിയർ ഓൾജിബ്രയുടെ പറഞ്ഞു 7 മാർക്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി വരുന്ന 2 മൊഡ്യൂൾസും റിയൽ അനാലിസിസ് ആണ്. ഇപ്പോൾ പൊതുവേ എൻ്റെ കാര്യം പറയാം, എനിക്ക് ഏറ്റവും പാടുള്ള പേപ്പർ റിയൽ അനാലിസിസ് ആണ്. പാടുള്ളതാണെന്ന് വെച്ചിട്ട് നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ 2 മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുക. അതുപോലെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര 14 മാർക്കാണ് 4ാമത്തെ 5ാമത്തെ മൊഡ്യൂൾ. ബാക്കി ടോപ്പോളജിയും കോംപ്ലക്സ്, ഫങ്ഷണൽ, ODE, PDE രണ്ടും കൂടിയാണ് 7 മാർക്ക്. നമ്പർ തിയറിയാണ് അടുത്ത മൊഡ്യൂള്. അപ്പോൾ എല്ലാ മൊഡ്യൂൾസിനും ഈക്വൽ മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒറ്റ മൊഡ്യൂൾസ് നമ്മൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ ടഫ് ഏത് പേപ്പർ ആണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഓർഡറിലാണ് പോകുന്നത്. റിയൽ അനാലിസിസ് അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ഓൾജിബ്രയൊക്കെയാണ് ഫസ്റ്റ് കവർ ചെയ്യുന്നത്. ദെൻ ഓരോന്ന് കവർ ചെയ്തതിന് ശേഷമാണ് ടോപ്പോളജി ബാക്കിയുള്ള പേപ്പേഴ്സിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം വേണമെങ്കിൽ പാടുള്ള പേപ്പേഴ്സ് വേണമെങ്കിൽ മുന്നേ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഓരോ മൊഡ്യൂൾസും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. കറക്റ്റ് പക്ക ഡീറ്റെയിൽ അനാലിസിസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 1 നമ്മൾ പറഞ്ഞു ലീനിയർ ഓൾജിബ്രയാണ്, 7 മാർക്സ് ആണെന്ന് പറഞ്ഞു. ലീനിയർ ഓൾജിബ്രയിൽ വരുമ്പം നമ്മുടെ മെട്രിക്സ് ഓൾജിബ്ര ഉണ്ട്. ദെൻ വെക്റ്റർ സ്പേസിലേക്ക് വരും. പിന്നെ അടുത്തത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, പിന്നെ ഡയഗണലൈസേഷൻ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വെക്റ്റർ സ്പേസ്, സബ് സ്പേസ്, ലീനിയർലി ഡിപ്പെൻഡൻസ്, ഇൻഡിപെൻഡൻസ്, ബേസിസ്, ഡയമെൻഷൻ, അതുപോലെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. റാങ്ക് ഒക്കെ കണ്ടുപിടിക്കാനുള്ള പോർഷൻസ് ഉണ്ട്. പിന്നെ ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്റ്റർ, കെയ്ലി ഹാമിൽട്ടൺ തിയറം, പിന്നെ കുറേ നോംസ്, ക്വാഡ്രാറ്റിക് നോംസ്, ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്, ഇത്രയും കൺസെപ്റ്റുകളാണ് ലീനിയർ ഓൾജിബ്രയിൽ വരുന്നത്. ആൻഡ് റിയൽ അനാലിസിസിൽ ഫസ്റ്റ് സെക്കൻഡും തേർഡും മൊഡ്യൂള്. അപ്പോൾ ആദ്യത്തേതിൽ സീക്വൻസ് ആൻഡ് സീരീസ്, കൺവേർജൻസ്, ലിമിറ്റ് സുപ്രീമം, ലിമിറ്റ് ഇൻഫിമം, പിന്നെ കുറേ നെയിംഡ് തിയറം ഉണ്ട്. തിയറംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് സുധീഷ ഓൾറെഡി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം അറിഞ്ഞു വെക്കുക. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യമൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. നെയിംഡ് തിയറംസ് എല്ലാം പക്കയായിട്ട് പഠിക്കണം. ഇഷ്ടംപോലെ റിയലിൽ തന്നെ ഇഷ്ടംപോലെ നെയിംഡ് തിയറംസ് ഉണ്ട്. വോൾസാനോ-വെയർസ്ട്രാസ് തിയറം, ഹെയ്ൻ-ബോറൽ തിയറം,
അതുപോലെ റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം, പിന്നെ അതിനകത്ത് വരുന്നതാണ് കണ്ടിന്യൂറ്റി, യൂണിഫോം കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, അങ്ങനെയുള്ളതൊക്കെ. റെയ്മാൻ സംസ് ആൻഡ് റെയ്മാൻ ഇൻ്റഗ്രൽ, ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ, അത്രയാണ് മൊഡ്യൂൾ 2 വരുന്നത്. റിയൽ അനാലിസിസിൻ്റെ കണ്ടിന്യൂവേഷനിൽ തേർഡ് മൊഡ്യൂളിൽ ലെബേക്ക് മെഷറാണ് അതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ലെബേക്ക് ഇൻ്റഗ്രൽ, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്, ഇത്രയും ഇങ്ങനെയുള്ള കൺസെപ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ബീറ്റ ആൻഡ് ഗാമ ഫങ്ഷൻസ്, ഫോറിയർ സീരീസ്, ഇങ്ങനെയാണ് നമ്മുടെ മൊഡ്യൂൾ 3 വരുന്നത്. ദെൻ മൊഡ്യൂൾ 4 അബ്സ്ട്രാക്ട് ഓൾജിബ്രയാണ്. അബ്സ്ട്രാക്ട് ഓൾജിബ്ര ഫസ്റ്റ് മൊഡ്യൂളായിട്ട് നമുക്ക് ഗ്രൂപ്പ് തിയറിയാണ് പഠിക്കാനുള്ളത്. ഗ്രൂപ്പ് എന്താണ്, സബ് ഗ്രൂപ്പ് എന്താണ്, നോർമൽ ഗ്രൂപ്പ്, ഗോഷ്യൻ ഗ്രൂപ്പ്, ഹോമോമോർഫിസം, അതുപോലെ ഐസോമോർഫിസം, പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്, കേലീസ് തിയറം, ഡയറക്റ്റ് പ്രോഡക്റ്റ്, ഫണ്ടമെന്റൽ തിയറം ഓഫ് അബീലിയൻസ്, ഐലോ തിയറം, എല്ലാ കൺസെപ്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അതുപോലെ അടുത്ത മൊഡ്യൂൾ 5 അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെ കണ്ടിന്യൂവേഷൻ ആണ്. റിംഗ് തിയറി അതുപോലെ തന്നെ ഫീൽഡും വരുന്നത് ഈ മൊഡ്യൂളിലാണ്. റിംഗ് തിയറി, റിംഗ് എന്താണ്, ഐഡിയൽ എന്താണ്, അതുപോലെ തന്നെ പ്രൈം ആൻഡ് മാക്സിമൽ ഐഡിയൽസ്, കോഷ്യൻ റിംഗ്സ്, പോളിനോമിയൽ റിംഗ്സ്, ഇറെഡ്യൂസിബിലിറ്റി ക്രൈറ്റീരിയാസ്, ഫീൽഡ്, ഫൈനൈറ്റ് ഫീൽഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗാൽവ തിയറി, ഇതൊക്കെയാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു റിയലിലും അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റിലും ആണ് കൂടുതലും റിസൾട്ടുകൾ പഠിക്കാനുള്ളത്. അപ്പോൾ സുദേശിയാണെന്ന് തോന്നുന്നു പറഞ്ഞത്, പക്കയായിട്ട് നിങ്ങൾ എല്ലാ റിസൾട്ടുകളും പഠിക്കും. നമുക്കിതൊരു എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് അല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആൻസർ കിട്ടുമോ ആ വേ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ടുള്ളത്. ഡിസ്ക്രിപ്റ്റീവിൽ ആണെങ്കിലാണ് നമുക്ക് അതിൻ്റെ സ്റ്റെപ്സുകൾ ആവശ്യമുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു എക്സാം ആകുമ്പോൾ നമ്മൾ മാക്സിമം റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാനായിട്ട്, കൗണ്ടർ എക്സാമ്പിൾസ് ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് ടോപ്പോളജിയാണ്. ടോപ്പോളജിയിൽ മെട്രിക് സ്പേസ്, അതുപോലെ തന്നെ ടോപ്പോളജിക്കൽ സ്പേസ്, പിന്നെന്താണ് സെപ്പറേഷൻ ആക്സിയോംസ്, കോമ്പാക്ട് സ്പേസ്, 1 പോയിന്റ് കോമ്പാക്ടിഫിക്കേഷൻ, പിന്നെ ലോക്കലി കോമ്പാക്ട്, കണക്റ്റഡ് സ്പേസ്, പാത്ത് വൈസ് കണക്റ്റഡ്നെസ്, കോഷ്യൻ സ്പേസ്, പ്രോഡക്റ്റ് ടോപ്പോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ടോപ്പോളജിയിൽ വരുന്നത്. then അടുത്ത മൊഡ്യൂള് കോംപ്ലക്സ് അനാലിസിസ്. കോംപ്ലക്സ് അനാലിസിസിൽ എന്തൊക്കെയാണ്, കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ്, പോളാർ ഫോം, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, അനലിറ്റിക് ഫങ്ഷൻസ്, കോഷി റേമാൻ ഇക്വേഷൻസ്, കൺഫോമൽ മാപ്പിംഗ്, മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ, പവർ സീരീസ്, സീറോ, അനലിറ്റിക് ഫങ്ഷൻസ്, അങ്ങനെയുള്ള പിന്നെ കുറച്ച് നെയിംഡ് തിയറംസും അവിടെ വരുന്നുണ്ട്. ലിയോലിസ് തിയറം, മൊറാറൈസ് തിയറം, അങ്ങനെയുള്ള ഓപ്പൺ മാപ്പിംഗ് തിയറം. പിന്നെ അടുത്ത് വരുന്നത് സിംഗുലാരിറ്റീസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുപോലെ തന്നെ സിംഗുലാരിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ, റെസിഡ്യൂ, ലോറൻസ് സീരീസ്, ഷ്വാർട്സ് ലെമ്മ, മാക്സിമം മോഡുലസ് പ്രിൻസിപ്പിൾ, ആർഗ്യുമെന്റ് പ്രിൻസിപ്പിൾ, ഇത്രയാണ് അതിൽ വരുന്നത്. അടുത്തതാണ് ഫങ്ഷണൽ അനാലിസിസ്. ഫങ്ഷണൽ അനാലിസിസിൽ നോംഡ് സ്പേസ്, അതുപോലെ കണ്ടിന്യൂറ്റി ഓഫ് ലീനിയർ മാപ്സ്, ബനാക് സ്പേസ്, ഹാൻഡ് ബനാക് സ്പേസ്, ഓപ്പൺ മാപ്പിംഗ് തിയറം, ക്ലോസ്ഡ് ഗ്രാഫ് തിയറം, യൂണിഫോം ബൗണ്ടഡ്നെസ് പ്രിൻസിപ്പിൾ, ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്, ഹിൽബർട്ട് സ്പേസ്, അതുപോലെ നോർമൽ, അതുപോലെ തന്നെ യൂണിറ്ററി ആൻഡ് സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളാണ് ഫങ്ഷണൽ അനാലിസിസിൽ വരുന്നത്. ദെൻ അടുത്തത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, രണ്ടും കൂടി ഒന്നിച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് ഫസ്റ്റ് ഓർഡർ പഠിക്കാനുണ്ട്, സെക്കൻഡ് ഓർഡർ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ എന്താണ്, സിംഗുലാരിറ്റീസിനെ കുറിച്ച്, ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ് സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പഠിക്കാനുള്ളത്. പിന്നെ പാർഷ്യലിലോട്ട് വരുമ്പം ലെഗ്രാഞ്ചസ് ആൻഡ് ചാർപിറ്റ്സ് മെത്തേഡ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതെങ്ങനെ സോൾവ് ചെയ്യാം, കോഷി പ്രോബ്ലം ഫോർ ഫസ്റ്റ് ഓർഡർ PDE, അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ PDE, പിന്നെ എങ്ങനെയാണ് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് ആവുന്ന കേസിനകത്ത് എങ്ങനെയാണ്, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് അല്ലാത്ത കേസിൽ PDE തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ലാപ്ലേസ്, ഹീറ്റ്, വേവ് ഇക്വേഷൻസ്. ഇപ്പോൾ ഈ ODEയും PDEയും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചധികം സ്റ്റെപ്പുകൾ ചിലപ്പോൾ ചെയ്ത് നോക്കണം. പ്രോബ്ലം പേപ്പർ ആണല്ലോ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റിയ ടൈപ്പ് പ്രോബ്ലംസും ഉണ്ടാവും. ആ രീതിയിൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ ലാസ്റ്റത്തെ വേവ്, ഹീറ്റ്, ലാപ്ലേസ്, അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് ഡിസ്ക്രിമിനൻറ്റിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ അടുത്തത് ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്പർ തിയറി, ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്സ്, ഡിവിസിബിലിറ്റി ഇൻ Z, കോൺഗ്രുവൻസ്, ചൈനീസ് റിമൈൻഡർ തിയറം,
ഓയിലേഴ്സ് തിയറം, ഫെർമാസ് തിയറം, വിൻസെന്റ് തിയറം, ഓയിലേഴ്സ് തിയറം, ഓയിലേഴ്സ് 5 ഫംഗ്ഷൻ, പ്രിമിറ്റീവ് റൂട്ട്സ്. ഈ കുറച്ച് കൺസെപ്റ്റ് മാത്രമേ വരണുള്ളെങ്കിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് പോകുന്നത്. എല്ലാ പേപ്പേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 മാർക്കാണ് ഓരോന്നിനും വരുന്നത്. ടോട്ടൽ 10 മൊഡ്യൂൾസ് ആണ്. അപ്പോൾ ഒരൊറ്റ മൊഡ്യൂളും സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ പഠിക്കുക. ആദ്യത്തെ 3 മാസം കൊണ്ട് പക്കയായിട്ട് നിങ്ങൾ സിലബസ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് സിലബസ് കവർ ആയില്ലെങ്കിൽ തന്നെ നിങ്ങൾ 3 മാസം കഴിയുമ്പോൾ തന്നെ ഒരു റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. പ്രോപ്പറായിട്ട് ഒരു റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പേപ്പറാണോ പഠിക്കുന്നത് ആ പേപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കുക. മുന്നേ പഠിച്ച കാര്യങ്ങളാണല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് നോക്കുക. ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ മോക്ക് ടെസ്റ്റുകളായാലും അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്കയായിട്ട് നിങ്ങൾ ചെയ്യണം. ടെസ്റ്റുകളെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും തരുന്നുണ്ട്. പിന്നെ PYQs ഇപ്പോൾ നമ്മുടെ നിക്കിനെ പറഞ്ഞു നെറ്റിൻ്റെ ലെവലിലുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താൽ നന്നായിരിക്കുന്നു. ഒരു 2016 മുതൽ ഇപ്പോൾ കുറച്ച് ഹയർ ലെവലിലോട്ട് വന്നിട്ടുണ്ട് നെറ്റിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ. ഒരു 2022 വരെയുള്ളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ നെറ്റിൻ്റെ ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ ക്വസ്റ്റ്യൻസ് മോഡലായിരിക്കും നമ്മുടെ HSSTയുടെ നമുക്ക് കാണാൻ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. മാക്സിമം എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ പ്രോബ്ലംസ്. ഇപ്പോൾ സെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കുമ്പോൾ ഒരു ബേസ് കിട്ടണമെങ്കിൽ സെറ്റിൻ്റെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ സെറ്റിൻ്റെ ഓരോ പോർഷൻസ് പഠിക്കുമ്പോഴും നിങ്ങൾ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോഴത്തേനും നിങ്ങൾക്കത് തറവായിക്കോളും, ഓരോ കൺസെപ്റ്റുകളും തറവായിക്കോളും. ഇപ്പോൾ ഒരു കൺസെപ്റ്റ് എടുക്കുക, അതുമായിട്ട് ആ കൺസെപ്റ്റ് ഒന്ന് പഠിച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക. പല ടൈപ്പിലായിരിക്കും, ഒരു കൺസെപ്റ്റിന് റിലേറ്റ് ചെയ്തിട്ട് പല ടൈപ്പിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക അല്ലേ. അപ്പോൾ പല ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യും തോറും നിങ്ങൾക്ക് എന്താവും, ആ പോർഷൻ നിങ്ങൾക്ക് തറവാകും. അപ്പോൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയാണ് മെയിനായിട്ടും. പക്ക നമുക്ക് എന്തായാലും ഒരു റിവിഷൻ വേണം. നമ്മൾ ആദ്യം മുതൽ പോർഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ എല്ലാം പഠിച്ചിരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് അത് ഓർമ്മ വേണം. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാവർക്കും അറിവ് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണമെങ്കിൽ പക്ക ഒരു റിവിഷൻ വേണം. ആ റിവിഷൻ ടൈമിൽ പ്രോബ്ലംസ് ലിമിറ്റഡ് ടൈം കൊണ്ട് തെറ്റാത്ത രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. ഓക്കെ, ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കോഴ്സ് ഫീസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യൂ കേട്ടോ. റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ടോസ് അക്കാഡമിയുടെ ആപ്പ് ഇപ്പോൾ ഓൾറെഡി ആപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെമോ നിങ്ങൾ എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ഡെമോ സെഷനാണ് തന്നിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സസ് തരുന്നത്, നോട്ട്സ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് 3 ഡെമോ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഡെമോ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ സെഷൻ തന്നിട്ടുള്ളത് കേട്ടോ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള അവസരമുണ്ട്. നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ. അപ്പോൾ ഡൗട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒരവസരമുണ്ട്. ബാക്കി ഫീസിൻ്റെയും ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം, ഓക്കെയാണ്. മിസ്സേ എന്നാ വൈൻഡപ്പ് ചെയ്താലോ രേഷ്മ മിസ്സേ? മിസ്സിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഡൗട്ട് ഉണ്ടോ? മിസ്സിന് എന്തെങ്കിലും
ആരോ എന്തോ ചോദിച്ച പോലെ തോന്നി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളോട് രണ്ടുപേരിൽ ആർക്ക് വേണേലും നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാം. അത് നമ്മുടെ കോച്ചിങ്ങിനെ പറ്റിയാണെങ്കിലും ശരി, എന്ത് നമ്മുടെ കോച്ചിങ് എടുക്കുന്ന രീതികളെ പറ്റിയോ അതല്ല നമ്മുടെ ക്ലാസ്സുകളെ പറ്റിയോ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം കേട്ടോ. ഡൗട്ട് നമ്മൾ മാക്സിമം 48 hours ക്ലിയർ ചെയ്ത് തരുന്ന നിങ്ങളോട് പറയാ. എന്തെങ്കിലും സാഹചര്യം കൊണ്ടൊന്ന് ലാഗായി പോയി കഴിഞ്ഞാൽ അന്ന് 48 hours എന്ന് പറയുന്നേ ഉള്ളൂ. മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചിട്ട് ഞങ്ങൾ അറിയാതെ സീനായി പോയി മെസ്സേജ് വിട്ടൊക്കെ പോയി എന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ആരും അവോയ്ഡ് ചെയ്യില്ല. നിങ്ങൾക്കത് ഒന്നും കൂടി ഒന്ന് റിമൈൻഡർ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനിയിപ്പൊ ചോദിക്കാത്ത ഡൗട്ടുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ഇപ്പൊ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെ? ഓക്കെ, റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വീഡിയോ കാണാം. ദെൻ ആപ്പില് മെറ്റീരിയൽസ് ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും, പ്രോബ്ലം സോൾവിങ് സെക്ഷൻ എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നോട്ട്സ് മാത്രം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരും. പ്രോപ്പർ ആയിട്ട് അത് സേവ് ചെയ്ത് സൂക്ഷിക്കണം. നോട്ട്സ് മാക്സിമം പറ്റുന്നവരെല്ലാവരും ലെക്ചർ നോട്ട് എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക. നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയമൊന്നുമല്ല. ഈ ഉള്ള സമയം നിങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ നമ്മളോട് ഈ വിന്നേഴ്സ് സംസാരിച്ചതുപോലെ നാളെ വരുന്ന HSST VHSC ബാച്ചുകളിലോ ഒക്കെ നിങ്ങൾക്കും ഒരു വിന്നറിനെ പോലെ സംസാരിക്കണം. നിങ്ങളുടെയും അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ് സൈൻ ചെയ്യുന്ന ഫോട്ടോസും എല്ലാം ഞങ്ങൾക്ക് ഒരു അച്ചീവ്മെന്റ് പോലെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ വർക്ക് ചെയ്താൽ സാധിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞോ മുഫീദ്, എന്തേലും പറഞ്ഞോ? ഇല്ല മാം, ഒന്നും പറഞ്ഞില്ല. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.